കണ്ടിട്ടില്ലല്ലോ. TV ചാനലിൽ അപ്പൊ ഇന്ന് രാത്രി 5 പേരെ വെച്ച് ന്യൂസ് ചർച്ച ചെയ്യാനുള്ള വിഷയം കിട്ടിയല്ലോ. ട്യൂബ്ലൈറ്റ് പൊട്ടിയെന്നും പറഞ്ഞു. അങ്ങനെയല്ല. പിന്നെ നമസ്കാരം. മുഖ്യമന്ത്രിയുടെയും CPM സംസ്ഥാന സെക്രട്ടറിയുടെയും സമീപകാലത്തെ 2 പ്രതികരണങ്ങളാണ് കേട്ടത്. തിരിച്ച് സേവനം നൽകി മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ എന്ന വീണ തൈക്കണ്ടി കരിമടൽ കമ്പനിയിൽ നിന്നും മാസപ്പടിയായും അല്ലാതെയും പണം പറ്റിയത് എന്ന് പാർട്ടിയും പിണറായിയും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ആ വാദത്തെ ആകമാനം വെട്ടിലാക്കി ഇന്ന് മനോരമ ന്യൂസ് പുറത്തുവിട്ട വാർത്ത. SFIO കോടതിയിൽ കൊടുത്ത കുറ്റപത്രം ഖണ്ഡിക 31 ഇങ്ങനെ പറയുന്നു. അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ? എക്സാലോജിക്ക് CMRL-ന് ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇക്കാര്യം എക്സാലോജിക്ക് ജീവനക്കാരും CMRL-ന്റെ IT തലവനും പിന്നെ വീണ ടി തന്നെയും നൽകിയ മൊഴികളിലൂടെ സ്ഥിരീകരിക്കുന്നു എന്ന്. ഒരു സേവനവും നൽകാതെയാണ് പണം കൈപ്പറ്റിയത് എന്ന് ഒടുക്കം അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ വീണ തന്നെ സമ്മതിച്ച നിലയിലെത്തി കാര്യങ്ങൾ. പക്ഷേ മന്ത്രിയും വീണ വിജയന്റെ ജീവിത പങ്കാളിയുമായ മുഹമ്മദ് റിയാസ് ആദ്യം തന്നെ ഈ വാർത്ത നിഷേധിച്ചു. ഇതിനു പിന്നാലെ വീണയുടെ വാർത്താക്കുറിപ്പിറങ്ങി. ഒരുപക്ഷെ ഈ മാസപ്പടി വിവാദം വന്നു കഴിഞ്ഞ ശേഷമുള്ള ചരിത്രത്തിലെ ആദ്യത്തെ വീണ വിജയന്റെ പ്രതികരണം എന്നുകൂടി കാണാവുന്ന വാർത്താക്കുറിപ്പ്. താൻ അങ്ങനെ ഒരു മൊഴി നൽകിയിട്ടില്ല, പുറത്തു വന്നത് വാസ്തവവിരുദ്ധമായ പ്രചാരണമാണ് എന്ന് അവർ വിശദീകരിക്കുന്നു. കൗണ്ടർ പോയിന്റ് ചോദിക്കുന്നു, മൊഴിയിൽ വീണോ? താൻ നോയിക്കോ, നാളത്തെ ചർച്ചയിൽ എന്നേലൊക്കെ നടക്കും. നടന്നാ കൊള്ളാം. ഇന്ന് ഈ ചർച്ചയിൽ പ്രതിനിധിയെ അയക്കാമോ എന്ന് CPM-നോട് ചോദിച്ചിരുന്നു. പക്ഷേ AKG സെൻട്രലിൽ നിന്ന് അറിയിച്ചത് ഇന്ന് ഈ വിഷയത്തിൽ പ്രതിനിധി അയക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റു ചില കാരണങ്ങൾ അതിന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അത് വിശദീകരിക്കുകയും ചെയ്യാം. ഇപ്പോഴത് പ്രസക്തമല്ല എന്നുള്ളത് കൊണ്ട് 2 ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കിടയിൽ നടന്ന സംഭാഷണമായതുകൊണ്ടും ഞാനിതിപ്പോൾ ഇവിടെ പറയുന്നില്ല, പ്രേക്ഷകർ സമക്ഷം അവതരിപ്പിക്കുന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ ഇന്ന് CPM ഈ ചർച്ചയിൽ പ്രതിനിധികളെ അയക്കുന്നില്ല. എല്ലാവരും കൂടി ആരവിട്ടം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ആദ്യം ശ്രീ ജയചന്ദ്രനിൽ തുടങ്ങുന്നു. ശ്രീ ജയചന്ദ്രൻ, സേവനമില്ലെങ്കിൽ പിന്നെ എന്തിനീ കോടികൾ, എന്തിന് പണം പറ്റി? വൈകുന്നേരം ടൗണിലേക്ക് വാ. കൃതജ്ഞതാ സമ്മേളനത്തിന് ഞാൻ നടത്താൻ പോണ ഗംഭീര പ്രസംഗം കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്നുള്ളത്. അല്ല ഇത് പിന്നെ ഇന്ന് പുതുതായിട്ടുണ്ടാവുന്ന ഒരു വെളിപ്പെടുത്തലോ പിന്നെ മൊഴിയോ ഒന്നും അല്ലല്ലോ. എത്രയോ കാലമായിട്ട് 2023 ജൂൺ 9 ഈ വാർത്ത മലയാള മനോരമ പുറത്ത് വിടുന്നത് മുതൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നത് ഇതേ വാചകങ്ങൾ തന്നെയാണല്ലോ. റാഷിദ്, സ്ഥിരമായി ഈ പിന്നെ സേവനമൊന്നും നൽകിയിട്ടില്ല, സേവനം നൽകാത്ത ഇടപാടാണിത്. അത് ഇന്നും മാത്രമല്ല, ഈ എന്താണ് നടന്ന സംഭവം എന്ന് പറയുന്നത്, വീണയ്ക്ക് 5 ലക്ഷം, കമ്പനിക്ക് 3 ലക്ഷം, പ്രതിമാസം 8 ലക്ഷം വീതം CMRL ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത് പിണറായി വിജയന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഞങ്ങൾ അഴിമതിക്കാരാണെന്ന് പറയുന്നു. അല്ല സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ അഴിമതി എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഇവിടുത്തെ നല്ലവരായ മുതലാളിമാരിൽ നിന്ന് ധാരാളം പണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് സ്നേഹം കൊണ്ട് മാത്രമാണ്. മുതലാളിമാരെ പോലെ ഇത്രയും നല്ല മനുഷ്യരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ആ പാവപ്പെട്ട മുതലാളിമാരെ ചീത്ത വിളിക്കുന്ന കേട്ടിട്ട് പലപ്പോഴും എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്. പാവം മുതലാളിമാർ എന്ന് തന്നെ പറയുന്ന പിന്നെ ഘട്ടം വരെ ഉണ്ടായല്ലോ. ആ ഘട്ടം എവിടെയാണ് നമ്മൾ കാണുന്നത്? കഴിഞ്ഞ മാസം പിന്നെ ഒരു വിധി വന്നല്ലോ ഹൈക്കോടതിയിൽ നിന്ന്, മാത്യു കുഴൽനാടൻ്റെ കേസിന്മേലുള്ള വിധി. ആ വിധിയിൽ വ്യക്തമായി കുഴൽനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിധിക്കെതിരെ കൊടുത്ത റിവിഷൻ പെറ്റീഷനാണല്ലോ വിധിയായിട്ട് വരുന്നത് കഴിഞ്ഞ മാസം 28-ാം തീയതി. അതിലിതെല്ലാം ഈ വിഷയങ്ങൾ ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിലെ ചോദ്യമടക്കം ഉള്ള വിഷയങ്ങളാണ് സവിസ്തരം പരിശോധിച്ച് വ്യക്തമായ നിലപാട് സ്വീകരിച്ച് ഉത്തരവിട്ടിരിക്കുന്ന ആ കോടതി വിധിയിൽ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സംഗതിയും വേണ്ട. പിന്നെ നിന്നോട് നുണ പറഞ്ഞിട്ട് വേണമല്ലോ എനിക്ക് പിന്നെ പറയാനായിട്ട്. ഇതിന് ന്യായീകരിക്കേണ്ട ആവശ്യവുമില്ല. ഇപ്പോൾ ഇന്ന് റിയാസ് പറഞ്ഞതും പിന്നീട് വീണയുടെ സ്റ്റേറ്റ്മെൻ്റായിട്ട് വന്നിട്ടുള്ളതും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ആ ഹൈക്കോടതി വിധിയിൽ പിന്നെ എടുത്തു പറയുന്ന സവിശേഷമായ ചില സംഗതികൾ ഉള്ളത് ഇങ്ങനെ തുണ്ടുകടലാസിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്നുള്ളത് പിന്നെ എടുക്കാൻ കഴിയില്ല. പിന്നെ അടിസ്ഥാന വസ്തുതയായിട്ട് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആ 39-ാം പേജിൽ പറയുന്നുണ്ട്. ആ വിധിയുടെ അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പിന്നെ ഈ മറ്റ് പല കാര്യങ്ങളിലും ഇവർ കാണിച്ചിട്ടുള്ളതുപോലെ പിന്നെ SFIയുടെ അന്വേഷണത്തിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുള്ളതുപോലെ
അത് രാഷ്ട്രീയ തീരുമാനം അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധികളോട്, രാഷ്ട്രീയ എതിരാളികളോട് കാണിക്കുന്ന പതിവ് രീതി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇക്കാര്യത്തിലും കാണാനേ കഴിയില്ല. എന്താണ് എനിക്കും കൂടി ഒന്ന് പറഞ്ഞാടാ. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. മറ്റൊന്ന്, ആദ്യം പിന്നെ വീണയുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസ് പറഞ്ഞു അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് വീണ തന്നെ പറയുന്നു ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടേ ഇല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് അതിനൊരു പിന്നെ ഈ എന്താ പറയുന്നത്, വേറൊരു സത്യവാങ്മൂലം തന്നെ ആവശ്യമില്ലല്ലോ. അത്തരത്തിലാണല്ലോ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്ന വീണ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള സംഗതി എന്ന് പറഞ്ഞാൽ നിരന്തരമായി വീണ വിജയന്റെ പ്രതികരണം പുറത്തുവന്ന പ്രസ്താവന എന്റെ കയ്യിലിരിപ്പുണ്ട്. ഈ വിവരങ്ങൾ, ഈ പ്രചാരണം, ഞാൻ അങ്ങനെ ഒരു മൊഴി കൊടുത്തു എന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമാണ് എന്ന് മാത്രമാണ് വീണ വിജയൻ 2 പാരഗ്രാഫുള്ള ആ വിശദീകരണത്തിൽ പറയുന്നത്. ഒരിക്കൽ പോലും SFIയുടെ കുറ്റപത്രത്തിൽ, എന്ന് വെച്ചാൽ ഇപ്പോൾ കോടതിക്ക് സമക്ഷം സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ കുറ്റപത്രത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നില്ല എന്നവർ പറയുന്നില്ല. ഈ തെറ്റായ വാർത്ത കൊടുത്ത് പൊതുസമൂഹത്തിൽ എന്നെ അപമാനപ്പെടുത്തിയ അല്ലെങ്കിൽ എന്നെ അപകീർത്തിപ്പെടുത്തിയ മാധ്യമങ്ങൾക്കെതിരെ ഞാൻ നിയമ നടപടിയിലേക്ക് കടക്കും എന്നവർ പറയുന്നില്ല. എന്തേ പറ്റുന്നില്ല? ശ്രീ ജയചന്ദ്രൻ. രാജേന്ദ്രൻ സാർ പൊയ്ക്കോളൂ, ഇത് നടേശനും പിള്ളേരെ നോക്കിക്കോളാം. കൊല്ലണ്ട സാർ. അല്ല, താങ്കൾ തന്നെ അല്ലേ റാഷിദെ മുമ്പേ തുടക്കത്തിൽ പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ ആദ്യമായി വീണ വിജയന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു. ഇത്രയും കാലം ചോദ്യം എന്തുകൊണ്ട് വീണ വിജയൻ പ്രതികരിക്കുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ. ഇപ്പോൾ താങ്കൾ ചോദിക്കുന്നത് ഞാനതിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്തുകൊണ്ട് പറയുന്നില്ല. അതിനെന്തും കാര്യമില്ല റാഷിദെ. അതിനകത്ത് കാര്യമില്ല എന്നാണോ? വീണ വിജയൻ എന്തുകൊണ്ട് മിണ്ടുന്നില്ല, പല കാര്യങ്ങളിലും ഉത്തരം പറയുന്നില്ല എന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഇന്നും അന്തരീക്ഷത്തിലുണ്ട്. ശ്രീ ജയചന്ദ്രൻ, വീണ വിജയൻ മറുപടി പറയേണ്ടതായുള്ള വിഷയങ്ങൾ ഇപ്പോഴും അവിടെ ചോദ്യങ്ങളായി കിടക്കുന്നുണ്ട്. അതൊന്നും വീണ വിജയൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അതിനെപ്പറ്റിയൊന്നും ഇതുവരെ മിണ്ടിയിട്ടുമില്ല. സേവനം കൊടുത്തു എന്ന് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പൊ പിണറായി വിജയന്റെ വാക്കുകൾ നമ്മൾ കേട്ടു, ശ്രീ MP ഗോവിന്ദന്റെ വാക്കുകൾ കേട്ടു. അവരൊക്കെ പറയുന്നുണ്ട് സേവനം കൊടുത്തു എന്ന്. താങ്കളും പറയുന്നു സേവനം കൊടുത്തു എന്ന്. ഇവിടെ വന്ന് സംസാരിക്കുന്ന സകല CPM നേതാക്കളും പറയുന്നു സേവനം കൊടുത്തു എന്ന്. ശരി, സേവനം കൊടുത്തു. എന്ത് സേവനം കൊടുത്തു? അതിനിപ്പോ ടെക്നിക്കലായ വിവരങ്ങൾ CPMന് അറിയില്ല എങ്കിൽ വീണ വിജയൻ അറിയാമല്ലോ. അവരാണല്ലോ ആ കമ്പനി ഹോൾഡ് ചെയ്യുന്നത്, അവരുടെ കീഴിലുള്ള കമ്പനിയാണല്ലോ, അവർ നടത്തുന്ന കമ്പനിയാണല്ലോ. അവർക്ക് അറിയാത്തതായി ഇതിനകത്ത് ഒരു സേവനവും ഇല്ലല്ലോ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. ആ സേവനത്തിന്റെ പേര് വിവരങ്ങൾ, ഡീറ്റെയിൽസ് പൊതുസമക്ഷം പാർട്ടിയെയും തന്നെയും തന്റെ പിതാവിനെയും ഒക്കെ അടക്കം അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചർച്ച അവസാനിപ്പിക്കാൻ അവർക്ക് പുറത്തുവിടാമായിരുന്നു, വിട്ടിട്ടില്ല. ഇതേപ്പറ്റിയൊക്കെയാണ് വീണ മിണ്ടണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. വീണ മിണ്ടിയിട്ടില്ല. ഇപ്പൊ ഈ കാര്യത്തെക്കുറിച്ച് മിണ്ടി, അത് നമ്മൾ സമ്മതിക്കുകയും ചെയ്യുന്നു. ശ്രീ ജയചന്ദ്രൻ. അതല്ല, താങ്കളിപ്പോ പറഞ്ഞതുപോലെ സേവനം കൊടുത്തു, വീണ സേവനം കൊടുത്തു എന്ന് ഞാനിവിടെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. വീണ സേവനം കൊടുത്തോ ഇല്ലയോ എന്നുള്ള പ്രസ്താവന നടത്തുന്ന ഒരു കേസല്ല ഇത്. ആ കേസിൻ്റെ മെറിറ്റിൽ ആര് പരിശോധിച്ചാലും അത് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ റാഷിദെ. അതാണ് ഞാൻ പറഞ്ഞത്. അത് കൂടുതൽ ഇപ്പോൾ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. അതിലും എത്രയോ ഉചിതമാണ്, നിയമപരമാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് ഹൈക്കോടതിയിൽ പിന്നെ കഴിഞ്ഞ മാസം 28-ാം തീയതി തീരുമാനമെടുത്ത് വിധി പ്രസ്താവിച്ച കേസിൻ്റെ കാര്യങ്ങൾ മാത്രം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് സൂചിപ്പിച്ച് അതുകൊണ്ട് തന്നെയാണ്. അവിടെയുണ്ട് കാര്യങ്ങൾ. എന്താണ് ആ കേസിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? സംഭവം ഇത് തന്നെയാണല്ലോ. ഈ പ്രശ്നം ഉണ്ടാവുന്നത് പോലും 2018 പ്രളയം ഉണ്ടാവുന്നത് പോലും, ആ പ്രളയം ഉണ്ടാവുന്നത് എന്തിനാണ്? ഈ ഒരു ഇടപാടിനാണത്രേ. എന്താ വിശ്വാസമാവില്ലേ? നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കുക, എന്നിട്ട് നമ്മൾ വിശ്വസിക്കാം. ഈ 5-3-8 ലക്ഷം രൂപ വാങ്ങിക്കാനല്ല, CMRLനെ വിവിധ രൂപത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കൃത്രിമ പ്രളയം ഉണ്ടാകുന്നത് പോലും എന്ന് പറയുന്നിടം വരെ എത്തിയിട്ടുണ്ട്. പിന്നെ കോടതി വിധിയിൽ ആ കാര്യങ്ങളൊക്കെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് നമ്മുടെ ചർച്ചാ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അങ്ങനെ എന്തും പറയും. അത് പറഞ്ഞതാരാണ്? കോൺഗ്രസിൻ്റെ ഒരു MLA ആണ്. MLA കൊടുത്ത പരാതിയിലാണ് ഇങ്ങനെ പറയുന്നത്. അത്തരം പ്രളയം പോലും ഉണ്ടാക്കപ്പെടുകയായിരുന്നു, കൃത്രിമമായ പ്രളയം സൃഷ്ടിച്ച് ചെയ്തത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു, CMRനെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുന്നിടത്തോളം എത്തിയിട്ടുണ്ട് ആ സംബന്ധം. അപ്പോൾ അതിൻ്റെ അകത്ത് രാഷ്ട്രീയ പ്രേരിതമാണ് കാര്യങ്ങൾ എന്ന് കാണുന്നതിന് എന്താ പ്രയാസമുള്ളത്? പക്ഷേ അത് പലർക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഇന്ന് ശിക്ഷിക്കും, നാളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ വേറൊന്നിലേക്കും പോകാൻ കഴിയുന്നില്ലല്ലോ. അപ്പോഴാണ് താങ്കൾ വീണ്ടും ചോദിക്കുന്നത് എന്തുകൊണ്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് പറയേണ്ട കാര്യം. ആ ഘട്ടമൊക്കെ വരട്ടെന്നേ. ഹലോ, റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ, വേഗം ഹൈ റേഞ്ച് ക്ലബിലേക്ക് ഒരു ആംബുലൻസ് അയക്കണം.
ഒരു ശവം കൊണ്ടുപോകാനുണ്ട്. അതിപ്പോ കോടതി ഇരിക്കുന്ന കേസാണല്ലോ. മണ്ണാഷ്ടത്തിന് കേസ് കൊടുക്കണം, മറ്റേതെങ്കിലും താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരി ശരി, താൻ അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ല. മൊഴിയെല്ലാം റെക്കോർഡിക്കലാണ്. അത് എഴുതി ഒപ്പിടുകയും ചെയ്യും. അവസാനം കൊടുത്ത മൊഴി കൊടുത്ത ആൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ വായിക്കാനും അതിന്റെ ശേഷം അതിന്റെ താഴെ അവർ ഒപ്പുവെക്കാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാകും. സാധാരണഗതിയിൽ ഇഡിയുടെ ഒക്കെ പ്രോസസ്സ് അങ്ങനെയാണ് നടക്കുന്നത്. SFIയും അതേ തരത്തിൽ തന്നെയാണ് നടപടിക്രമങ്ങൾ നീക്കുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും റെക്കോർഡിക്കലായ ഒരു മൊഴിയുടെ കാര്യം, ഇപ്പൊ കോടതിക്ക് മുമ്പിലിരിക്കുന്ന മൊഴിയുടെ കാര്യത്തിലാണ് ഇവിടെ ഈ തർക്കം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, വീണ പറയുന്നു ഞാൻ അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ല, ഒരു സേവനവും തന്റെ കമ്പനി CMRL നൽകിയിട്ടില്ല എന്ന് താൻ SFI ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടില്ല. മൊഴി എടുത്തിട്ടുണ്ട്, മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, അത് പ്രചരിപ്പിക്കുന്നത് അവാസ്തവമാണ് എന്നുള്ളതാണ് ജ്യോതികുമാർ ചാമക്കാല വീണ ഇന്ന് പ്രസ്താവനയിലൂടെ പറഞ്ഞത്. ഇതോടെ ഈ വിഷയം തീർന്നോ? നല്ല അടാറ് പഞ്ഞിക്കടലായിരിക്കണം, സ്മൂത്ത് ആയിരിക്കണം, വിടവുണ്ടാകരുത്, നടക്കാൻ പറ്റും. കോടതി കൂട്ടിക്കയറ്റി നിർത്തുമ്പോൾ സുന്ദരന്മാരായിരിക്കണം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ നമ്മളിപ്പോൾ ഞാൻ ആദ്യം എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, ഇത്തരത്തിലൊരു ഗൗരവമുള്ള വിഷയം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് ഒരു നാഷണൽ ഏജൻസി ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു കുറ്റപത്രത്തിലെ ഒരു പാരഗ്രാഫ് വളരെ സ്പെസിഫിക്കായി വരുമ്പോൾ ആ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവാസ്തവമാണെന്ന് ആ മുഖ്യമന്ത്രിയുടെ മരുമകനും മുഖ്യമന്ത്രിയുടെ മകളും, മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ മന്ത്രി കൂടിയാണ്, പരസ്യമായി പൊതുസമൂഹത്തോട് പറയുമ്പോഴും അവരുടെ ഭാഗം ന്യായീകരിക്കാൻ ഒരു CPMന്റെ പ്രതിനിധി പോലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് കാണുന്നത് തന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. അവർ പങ്കെടുക്കാത്തതിന് കാരണമായി താങ്കളോട് എന്തോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. എൻ്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ആക്ഷേപം വന്നിട്ട് അത് ആക്ഷേപമാണെന്ന് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് ഒരു അഭിപ്രായം ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് CPMന്റെ പ്രതിനിധികൾ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും തള്ളി പറഞ്ഞത് അഥവാ ചർച്ചയിൽ പങ്കെടുക്കാത്തത് എന്നതിനെ സംബന്ധിച്ച് താങ്കളോട് പറഞ്ഞ മറുപടി ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് എനിക്കുന്നുണ്ട്. ഓഹോ, പിന്നെ മഴക്കുണ്ടാക്കാനുള്ള പദ്ധതിയായിട്ടാണ് നിന്റെ വരവ് അല്ലേ? അയ്യോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം. അല്ല, നിർബന്ധമാണെങ്കിൽ ഞാനത് പറയാം. പക്ഷെ അത് ഒരു രണ്ട് ഇപ്പോൾ CPMലായാലും കോൺഗ്രസിലായാലും BJPയിലായാലും നമ്മൾ രാഷ്ട്രീയ പാർട്ടികളോട് ഇന്ന് ഈ വിഷയമാണ് അതിഥികളെ അയക്കൂ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള നിലപാടുകൾ പറയും. നിങ്ങൾക്ക് പങ്കെടുക്കാൻ വിയോജിപ്പുള്ള ചർച്ചകളാണെങ്കിൽ നിങ്ങളും അടക്കം വിട്ടു നിൽക്കാറുണ്ട്. അതുകൊണ്ട് സമാനമായ തരത്തിൽ ഇന്ന് CPM ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കണോ പങ്കെടുക്കണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവർക്കുണ്ടല്ലോ ഒരു പാർട്ടി എന്ന നിലയ്ക്ക്. അങ്ങനെ അവർ എടുത്തു എന്ന് വിചാരിക്കാം. ഏതായാലും ഈ ചർച്ചയിൽ പ്രതിരോധത്തിലായതുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. CPM പങ്കെടുക്കുന്നില്ല എന്ന് വിചാരിച്ചാ പോരെ. എനിക്കിഷ്ടം ഇച്ചിരി വഴക്കിടുന്നതൊക്കെ. ഇന്ന് വഴക്കിടും നാളെ വഴക്കിടുന്നു പറഞ്ഞ എത്ര ദിവസം കൊണ്ടാ കാത്തിരിക്കുന്നേ? അങ്ങനെയല്ല, താങ്കൾ പറഞ്ഞതിനകത്ത് എന്തൊക്കെയോ ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് അതിനകത്തൊരു ഒളിയും മറയുമൊന്നും വേണ്ട. നിലപാട് വ്യക്തമായി ഇന്ന് നമ്മൾ CPM AKG സെന്ററിലേക്ക് ഇന്ന് വിളിച്ചു. ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി പ്രതിനിധികളെ അയക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ മനോരമ ന്യൂസ് നേരത്തെ നൽകിയ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിയോജിപ്പ് CPMൽ നിന്ന് അറിയിച്ചു ഇങ്ങോട്ട്. അതായത് സുധാകരൻ, KPCC പ്രസിഡന്റ് സുധാകരനെ ഇന്ന് വയനാട് DCC ട്രഷറർ വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അങ്ങോട്ട് വീട്ടിലെത്തി മൊഴിയെടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ട് നിങ്ങൾ മൊഴിയെടുത്തു എന്ന് കൊടുക്കുന്നു, മയപ്പെടുത്തി കൊടുക്കുന്നു? നിങ്ങൾ അതെന്തുകൊണ്ട് ചോദ്യം ചെയ്തു എന്ന് കൊടുത്തില്ല? നേരത്തെ അരവിന്ദാക്ഷനെ ആയാലും അതല്ല AC മൊയ്തീനെ ആയാലും അതല്ല രാധാകൃഷ്ണനെ ആയാലും MP ആയാലും ഒക്കെ ചോദ്യം ചെയ്തു എന്നാണല്ലോ നിങ്ങൾ കൊടുത്തത്. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടും അല്ലേയും ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അപ്പോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആ നടപടികളെ നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നു. അത് CPMനെതിരെയുള്ള നിങ്ങളുടെ സമീപനമാണ് എന്നൊരു വിയോജിപ്പ് അവരെ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിങ്ങൾക്ക് അതിഥികളെ അയക്കുന്നില്ല എന്നുള്ള നിലപാടെടുത്തു. അപ്പൊ നമ്മളിതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആളുകൾ അക്കാര്യത്തിൽ അപ്പോൾ തന്നെ CPMനെ ബോധ്യപ്പെടുത്തിയതാണ്. സംസ്ഥാന പോലീസാണ് K സുധാകരന്റെ മൊഴിയെടുത്തത്. സംസ്ഥാന പോലീസ് ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം CRPC സെക്ഷൻ ഒരു സാക്ഷിക്ക് നൽകുന്ന 161 വകുപ്പ് പ്രകാരമുള്ള നോട്ടീസ് നേരത്തെ തന്നെ അയക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സുധാകരന്റെ വീട്ടിലെത്തി അങ്ങോട്ട് മൊഴി രേഖപ്പെടുത്തുകയും സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുകയും തന്നെയാണ് ചെയ്തത്. അതിനെ പിന്നെ മൊഴിയെടുത്തു എന്നല്ലാതെ എങ്ങനെയാണ് വാർത്തയാക്കേണ്ടത്? നേരത്തെയും CPM നേതാക്കളെ മറ്റു കേസുകളിലൊക്കെ സമാനമായ തരത്തിൽ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചപ്പോൾ മൊഴിയെടുത്തു എന്ന് തന്നെയല്ലേ കൊടുത്തത്? അതങ്ങനെ തന്നെയല്ലേ കൊടുക്കേണ്ടത്? മൊഴിയെടുക്കാതെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ചോദ്യം ചെയ്യാനെന്നും മൊഴിയെടുക്കാൻ വിളിപ്പിക്കുമ്പോൾ മൊഴിയെടുക്കാൻ എന്നുമല്ലാതെ നമ്മൾ എങ്ങനെയാണ് വാർത്ത നൽകേണ്ടത് എന്ന് തിരിച്ചു ചോദിച്ചു. അതിനുശേഷം പിന്നീട് കൂടുതൽ സംസാര വിഷയത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടും ഞാനിതിപ്പോ താങ്കൾ നിർബന്ധിച്ചെന്നോട് ചോദിച്ചുകൊണ്ട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയും മാത്രം പറയുന്നതാണ്. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ലല്ലോ, ജോസ് എങ്ങനെ മറിഞ്ഞു. ഇതല്ല എന്റെ ഇന്നത്തെ വിഷയത്തിന്റെ ഫോക്കസ് എന്നുള്ളത് ഞാൻ ഇവിടെ ആത്മാർത്ഥമായി തന്നെ വ്യക്തമാക്കുന്നു. അതാണ് അതിനകത്ത് സംഭവിച്ചത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അവിടെയാണ് പ്രശ്നം.
അവിടെ അല്ല ശ്രീ ജ്യോതികുമാർ ചാമക്കൽ, ഞാൻ വരാം. ജയചന്ദ്രൻ എന്താണ് ചോദിക്കാനുള്ളത്? ഈ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി വരുത്താനുണ്ടെങ്കിൽ താങ്കൾ CPM-ന്റെ പ്രതി അയക്കാത്തതെന്തെന്ന് താങ്കൾ ചോദിച്ചല്ലോ. താങ്കൾ അല്ല, ജയചന്ദ്രൻ എന്തോ ഇതുമായി ബന്ധപ്പെട്ട എന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നു. അത് തീർത്തിട്ട് പോവാം. ശ്രീ ജയചന്ദ്രൻ. ഒരു സമാനമായ ഒരു കാര്യം ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സെക്കൻഡ് അനുവദിക്കുമോ ജ്യോതികുമാർ? ഹലോ. ഓക്കെ, ജയചന്ദ്രൻ പറഞ്ഞോളൂ, കേൾക്കാം. റാഷിദ്, ഹലോ. അല്ല, മറ്റൊന്നുമല്ല. ഇത് CPM-നെ എന്തുകൊണ്ട് വിശദീകരിക്കുന്നില്ല, മുഖ്യമന്ത്രി മകൾ, ഇതൊക്കെ പറയുമ്പോഴേക്ക് പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ പിന്നെ എനിക്ക് മനസ്സിലായ മറ്റൊരു സംഗതി ചോദിക്കാനായിട്ടായിരുന്നേ. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിലെന്തോ കൈയുണ്ട്. ഈ പിന്നെ നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒന്നും രണ്ടും പ്രതികളാണല്ലോ. ഇന്നേ വരെ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടോ? കോൺഗ്രസ് അക്കാര്യത്തിൽ പിന്നെ അഭിപ്രായം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പിന്നെ ഈ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ അമ്മ, ഏറ്റവും കൂടുതൽ കാലം ACC പ്രസിഡന്റായിരുന്ന വ്യക്തി, അവരുടെ നിലപാട് പറയാത്തത്? 50 മണിക്കൂർ ചോദ്യം ചെയ്തില്ലേ? 2012 UPA-യുടെ കാലത്തല്ലേ കേസ് തുടങ്ങിയത്? ഇപ്പോൾ നിങ്ങൾ പിന്നെ ED-യെ ആണ് ആക്ഷേപിക്കുന്നത്. ED-യുടെ ഈ കേസ് എടുക്കുന്നത് 2021 മാത്രമല്ലേ? അപ്പോൾ അതിൻ്റെ അകത്തു നിന്നാണ് കോൺഗ്രസ് നിലപാട് പറയാത്തതും സ്വീകരിക്കാത്തതും ചർച്ചയിൽ അത്തരം കാര്യങ്ങൾ ഉന്നയിക്കാത്തതും എന്താണ്? ആ ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാൻ. ശരി, ഓക്കെ. ജ്യോതികുമാർ ചാമക്കാല മറുപടി. നോക്കട്ടെ. ആദ്യം ഇവിടെ ശ്രീ K. സുധാകരനെ ഒരു സാക്ഷി പട്ടികയിൽപ്പെടുത്തി അദ്ദേഹത്തിന് നോട്ടീസ് നൽകി അദ്ദേഹത്തെ ക്ഷണിച്ചത്, അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് എന്നാക്കണം എന്നുള്ളതായിരുന്നു CPM-ന്റെ വാദം. എത്രത്തോളം ശരിയാണ് എന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മനോരമയുടെ പ്രേക്ഷകർക്ക് അത് ബോധ്യപ്പെടും. അപ്പോൾ സാക്ഷി പട്ടികയിൽപ്പെടുത്തി സാക്ഷിക്ക് നോട്ടീസ് കൊടുത്ത് വിളിക്കുന്നതും പ്രതിസ്ഥാനത്തേക്ക് വിളിക്കുന്നതും അല്ലെങ്കിൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതും ഒന്നാണെന്ന് ധരിക്കുന്ന CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന് നല്ല നമസ്കാരം എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ല, അതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട സംസാരം നടക്കുന്ന ഘട്ടത്തിൽ ദേശാഭിമാനി വാർത്തയിലൂടെ ഒന്ന് കണ്ണോടിച്ചു. ദേശാഭിമാനിയുടെ റിപ്പോർട്ടിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: വയനാട് DCC ട്രഷററുടെ ആത്മഹത്യ, K. സുധാകരന്റെ മൊഴിയെടുത്തു എന്നുള്ളതാണ്. അവിടെയുള്ള മാധ്യമപ്രവർത്തകർക്കുള്ള ഒരു വ്യക്തത അക്കാര്യത്തിൽ CPM-ന് ഉണ്ടായിരുന്നില്ല എന്നതുകൂടി ഞാൻ രേഖപ്പെടുത്തുന്നു. അല്ലല്ലേ, ഒരു അവസരം നോക്കുന്നു, ഒരു മുട്ടാമ്പോക്ക് പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതവിടെ അവസാനിക്കുകയാണ്. ഞാനത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചോദിച്ചു എന്ന് മാത്രം. അതിനപ്പുറത്തേക്ക് നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ഒരു പാർട്ടിയുടെ UPA-യുടെ അധ്യക്ഷ എന്ന നിലയിൽ സോണിയാഗാന്ധിയുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ പാർട്ടിയിൽ ചർച്ച ചെയ്ത് പാർട്ടിയുടെ അഭിപ്രായം വളരെ കൃത്യമായി ജയറാം രമേശ് ഉൾപ്പെടെ KC വേണുഗോപാൽ ഉൾപ്പെടെ എല്ലാവരും എല്ലാ സമയത്തും ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്രയോ മണിക്കൂറുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഇവിടെ ചോദിക്കുന്നത് ഒരു അഴിമതി പണവുമായി ബന്ധപ്പെട്ട് ഒരു ജോലിയും ചെയ്യാതെ 2,70,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ താങ്കളുടെ മറുപടി, കഴിഞ്ഞ മാർച്ച് മാസം 28-ാം തീയതി ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നില്ലേ, ആ വിധിയിൽ എല്ലാം തീർന്നില്ലേ എന്നാണ് താങ്കളുടെ ചോദ്യം. ആ താങ്കളുടെ ചോദ്യം വരുമ്പോൾ ആ ഹൈക്കോടതി വിധിക്ക് ആധാരമായ വസ്തുത അത് ഗിരീഷ് ബാബു എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനും ഇപ്പുറത്ത് മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MLA-യും 2 വിജിലൻസ് കോടതിയെ സമീപിച്ച് അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് PC ആക്ട് അനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട ജഡ്ജ്മെന്റാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത് എന്ന് എനിക്ക് താങ്കൾക്കും നമ്മളെ കേൾക്കുന്നവർക്കും അറിയാം. എന്നാൽ താങ്കൾ കാണാതെ പോകുന്ന 2-3 ജഡ്ജ്മെന്റുകളുണ്ട്. ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് SFIO-യുടെ അന്വേഷണം തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള KSIDC, കേരള സർക്കാരിന്റെ ഷെയറുള്ള CMRL കമ്പനിയിൽ 14% ഷെയറുള്ള KSIDC കേരള ഹൈക്കോടതിയിൽ പോയി. എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചു വിട്ടിരിക്കാനോടോ തന്നെ ഇനി വല്ലതും ഉണ്ടോടോ നക്കാൻ തള്ളിക്കളഞ്ഞില്ലേ? എക്സാലോജിക്കിന്റെ ഏക ഡയറക്ടർ വീണ T, മുഖ്യമന്ത്രിയുടെ മകൾ, കർണാടക ഹൈക്കോടതിയിൽ പോയി തള്ളിക്കളഞ്ഞില്ലേ? ഈ പറയുന്ന CMRL കമ്പനി ഡൽഹി ഹൈക്കോടതിയിൽ പോയി എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ആ വിധികളൊന്നും താങ്കൾ കാണാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ താങ്കൾക്ക് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, താങ്കളുടെ വിധേയത്വം നമ്മളെ ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷെ പറയുമ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കണ്ടേ? അപ്പോൾ ഒന്ന് അവിടെ നിൽക്കുന്നു. നമ്മൾ വീണ്ടും പോയിന്റിലേക്ക് വരികയാണ്. ഇവിടെ എന്താ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം? ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ മരുമകനും പറയുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് 2,70,00,000 രൂപ വന്നതുമായി ബന്ധപ്പെട്ട് ഒരു പണിയും ചെയ്യാതെ മെയ്യനങ്ങാതെ കിട്ടിയിട്ടുള്ള പണമാണ് എന്ന കാര്യത്തിൽ
തങ്ങൾ അങ്ങനെ സമ്മതിച്ചു കൊടുത്തിട്ടില്ല എന്ന് ഇന്ന് രണ്ടുപേരും പറഞ്ഞിരിക്കുന്നു. ഏതായാലും രണ്ടുപേരും ചരിത്രത്തിൽ ആദ്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നു. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാ. മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസും വീണ വിജയന്റെ ഭർത്താവ് കൂടിയായ മുഹമ്മദ് റിയാസും വീണ വിജയനും ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? ഹൈക്കോടതി നമ്മുടെ കോടതിയിൽ കൊടുത്തിട്ടുള്ള SFIOയുടെ അന്വേഷണ റിപ്പോർട്ട് അത് കുറ്റപത്രമായി കൊടുക്കുമ്പോൾ ആ കുറ്റപത്രത്തിന്റെ 31ാമത്തെ പാരഗ്രാഫിൽ വളരെ സ്പെസിഫിക് ആയി പറയുന്നു. താങ്കൾ അത് വായിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇവൻ ശരിയല്ല, അവനല്ല ശരിയല്ലാത്തത് നീയാ. വീണ വിജയന്റെയും അതുപോലെ തന്നെ എക്സാലോജിക്കിന്റെയും ജീവനക്കാരുടെയും എക്സാലോജിക്കിന്റെ ജീവനക്കാർ, അതായത് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്ന കമ്പനിയുടെ ജീവനക്കാരും CMRന്റെ IT ഹെഡും എക്സാലോജിക്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എല്ലാമായ മുഖ്യമന്ത്രിയുടെ മകളും അവരുടെ സ്റ്റേറ്റ്മെന്റിലൂടെ പറഞ്ഞിരിക്കുന്നു തങ്ങൾ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന്. അങ്ങനെ പറഞ്ഞതായി ഈ 31ാമത്തെ പാരഗ്രാഫിൽ SFIO രേഖപ്പെടുത്തിയിരിക്കുന്നു. SFIO നിയമാനുസൃതം രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കാര്യങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ മരുമകനും മകളും പറയുന്നു ഞങ്ങൾ അങ്ങനെ മൊഴി കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റിനെ സംബന്ധിച്ച് രണ്ടുപേരും രണ്ട് ഭാഗങ്ങളിലായി നിന്ന് ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിനെ സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യം, ഇവിടെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും താങ്കളുടെ ചർച്ചയുടെ തുടക്കത്തിൽ കാണിച്ചതുപോലെ വളരെ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടുണ്ട് എല്ലാ സേവനങ്ങളും നൽകിയതിനു ശേഷമാണ് ഞങ്ങൾക്ക് എൻ്റെ മകളുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുള്ളതെന്നും അതിന് ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടെന്നും അതിന് GST അടച്ചിട്ടുണ്ടെന്നും അതിന് നമുക്ക് തർക്കമില്ല. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഇൻകം ടാക്സും GST അടച്ചിട്ടുണ്ട്. അവിടെയാണല്ലോ ഇത്തരത്തിൽ ഒരു പണിയും ചെയ്യാതെ കിട്ടിയ 2,70,00,000 രൂപയ്ക്ക് ഇൻകം ടാക്സും GST അടച്ചതിന്റെ പേരിൽ മാത്രം അത് വെള്ളപ്പണമാക്കുന്നത്. അപ്പോൾ കൈക്കൂലിയെ വൈറ്റ് മണിയാക്കി മാറ്റുന്ന ജാലവിദ്യ കൂടി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സ്കാമാണിത്. അപ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിന് ഘടകവിരുദ്ധമായി മുഖ്യമന്ത്രിയുടെ മകൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ ഏതാനും ദിവസത്തേക്ക് കൂടി കള്ളി പൊതിഞ്ഞു വെക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവുമില്ല. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇപ്പോൾ റാഷിദ് ഞാൻ പറയാം, ഞാൻ 1990കളുടെ അവസാനം ഞാൻ ടെക്നോ പാർക്കിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നയാളാണ്. ഞാനത് ഉപേക്ഷിച്ചിട്ടൊക്കെയാണ് പിന്നീട് പൊതുപ്രവർത്തനത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ ഭാഗത്ത് നിന്ന് ഞാൻ അങ്ങനെ മൊഴി കൊടുത്തിട്ടില്ല എന്ന മറുപടിയല്ല നമുക്ക് ആവശ്യം. എന്ത് സേവനമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ സോഫ്റ്റ്വെയർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തത വരുത്തുക എന്ന്. ശരി ചോദ്യകുമാർ, അതിനെ സംബന്ധിച്ച് ഒരു പത്രസമ്മേളനം നടത്താൻ ഒരു പത്രസമ്മേളനം നടത്താൻ മുഖ്യമന്ത്രിയുടെ മകൾ തയ്യാറുണ്ടോ? എവിടെ ശവം? ഞാനിപ്പോ ശവം ആകും. എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോ. എന്റെ വേഗം എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഇതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ എക്സ്പേർട്സുമായിട്ട് ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ? ഇവിടെ കോടതിയിൽ കൊടുത്തിരിക്കുന്ന SFIO എന്ന് പറയുന്ന ഏജൻസി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോലും അവരുടെ കുറ്റപത്രം പോലും തെറ്റാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് സേവനം ചെയ്തു എന്നൊരു പത്രസമ്മേളനം നടത്തി പറയാമോ? ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാകും. CPM-നെ കടന്നാക്രമിക്കുകയും മുഖ്യമന്ത്രി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള മറുപടി കൂടിയാകും. ശരി ചോദ്യകുമാർ, ഞാൻ വീണ്ടും സമയം തരാം. ശ്രീ KVS കൂടി ഇരിക്കുന്നു, ബാലകൃഷ്ണനും കൂടി ഇരിക്കുന്നുണ്ട് നമ്മുടെ കൂടെ. ശ്രീ KVS, SFIO പോലൊരു ഏജൻസി ഇപ്പൊ ED-യെയും മറ്റ് അന്വേഷണ ഏജൻസികളെയും രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. ഒരു കേസിലല്ല, പല കേസുകളിൽ ആ ആക്ഷേപത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ ഈ രാജ്യത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഉണ്ട് താനും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പക്ഷേ രാഷ്ട്രീയ ആക്ഷേപമൊക്കെ ഉന്നയിക്കാമെങ്കിലും കോടതിയിൽ രേഖയായി കൊണ്ടുപോയി കൊടുത്ത ഒരു രേഖയ്ക്കകത്തെ ഇന്ന വരിയിലെ സ്റ്റേറ്റ്മെന്റിനെ അപ്പാടെ ഇപ്പോഴത്തെ ആരോപണ വിധേയമായിട്ടുള്ള വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർ നിഷേധിക്കുമ്പോൾ ആരുടെ വാക്കാണ് ഉൾക്കൊള്ളാൻ കഴിയുക? KVS. അല്ല, ഞങ്ങൾ പോയിട്ട് ഇതൊന്ന് സംസാരിച്ചിട്ട് അത് നാളെ എങ്ങനെ സംസാരിക്കാന്ന്? ഇതൊന്നും അങ്ങനെ നാളത്തേക്ക് വെക്കാൻ പറ്റില്ല ചാർലി. അല്ല രാഷ്ട്രീയ കോടതിയിൽ എത്തിയിട്ടുള്ള രേഖകളാണ് ഇതൊക്കെ തന്നെ. ഒരു കുറ്റപത്രം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് ബന്ധപ്പെട്ട രേഖകളും കോടതിയിലെത്തിയിട്ടുണ്ടാകും. ഇപ്പോൾ വീണ വിജയൻ ഒപ്പിട്ട് കൊടുത്തു, മൊഴിയിൽ ഒപ്പിട്ട് കൊടുത്തു എന്ന് റിയാസ് സമ്മതിച്ചല്ലോ, അത്രയും നല്ലത്. അപ്പോൾ ഒപ്പിട്ട് കൊടുത്ത രേഖ സഹിതമായിരിക്കും കോടതിയിൽ എത്തിയിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇതില് വ്യക്തത ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു.
മുഖ്യമന്ത്രിയും എം.വി. ഗോവിന്ദനും എം.എ. ബേബിയും ഒക്കെ നടത്തിയ ഒരു വിഷയത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുണ്ടല്ലോ, അത് അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മളൊരു കാര്യം കൂടി മറക്കരുത്, ഈ CMRL ഒരു സേവനവും നൽകിയിട്ടില്ല എന്നുള്ള വസ്തുത മാസങ്ങൾക്ക് മുമ്പേ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാ. അവരെ ചോദ്യം ചെയ്തതും അതിന്റെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അവനിതെങ്ങനെ അറിഞ്ഞു? എന്തോ ഒരു വിവരാവകാശം എന്നൊക്കെയാ പറഞ്ഞത്. ചുമ്മാ തന്റെ നാട് നന്നാവത്തത് ഓരോരോ നിയമങ്ങൾ. ഇതിനൊരു ഔദ്യോഗിക സ്വഭാവം ഇപ്പൊ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഔദ്യോഗിക രേഖ കോടതിയിലെത്തി എന്നത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതിന്റെ പ്രാധാന്യം. അതല്ലാതെ ഇതിന് വേറെ എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നണില്ല. പക്ഷെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പൊ ജ്യോതി നേരത്തെ ഉന്നയിച്ചു. ഇതിൽ KSIDCക്ക് പങ്കാളിത്തമുണ്ട് ഈ കമ്പനിയിൽ. CMRL എന്ന് പറയുന്നത് കർത്തായുടെ വീട്ടിലെ സ്വത്തല്ല. ഇതിൽ ഗവൺമെന്റ് ഓൺഡ് കമ്പനിയും കൂടിയാണ്, ഗവൺമെന്റിന് പങ്കാളിത്തമുള്ള കമ്പനിയും കൂടിയാണ്. ആ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ആ കമ്പനി നടത്തിയിട്ടുള്ള ഓരോ നയാ പൈസയുടെയും ഇടപാടുകളെ കുറിച്ച് ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ലേ? ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിന് ഉത്തരവാദിത്തമില്ലേ? KSIDCക്ക് ഉത്തരവാദിത്തമില്ലേ? അവരാണ് മറുപടി പറയേണ്ടത്. അവര് ഈ കേസിന്റെ അന്വേഷണം തേച്ചു മാച്ച് കളയാൻ. ചെറുതായിട്ട് ആ അന്വേഷണം അട്ടിമറിക്കാൻ ഹൈക്കോടതിയിൽ പോയി, ചിലര് ഡൽഹി ഹൈക്കോടതിയിൽ പോയി, ചിലര് ബാംഗ്ലൂരിൽ പോയി, അങ്ങനെ കേരളത്തിൽ രാജ്യത്തെ 2-3 സംസ്ഥാനങ്ങളിൽ നിയമയുദ്ധം നടത്തി. അതിനുശേഷമാണ് SFIOന്റെ അന്വേഷണം പൂർത്തിയാക്കിയത്. ഡൽഹിയിൽ ഒരു കേസ് കൂടിയുണ്ട്, ഇപ്പോഴും വിധി പറയാൻ കിടക്കുന്നുണ്ട്. കാരണം ഈ SFIOന്റെ അന്വേഷണം അസാധുവാക്കണം, അത് നിയമപ്രകാരമല്ല എന്ന് പറഞ്ഞിട്ടൊരു കേസ് കൂടി പോയിട്ടുണ്ട്. ആ കേസിൽ വിധി വന്നിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് SFIO ഇത് പൂർത്തിയാക്കി കുറ്റപത്രം കൊടുത്തിരിക്കുന്നു. ഇനിയിപ്പോ കുറ്റപത്രം കൊടുത്തത് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് നേരത്തെ ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയത്. തുടർ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് ഏത് ഘട്ടത്തിലാണ്? പല കോടതികളിലായി ഈ കേസുമായി ബന്ധപ്പെട്ട പെറ്റീഷനുകൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ പ്രേരിതമെന്ന് ഒറ്റ നോട്ടത്തിൽ വായിക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു SFIയുടെ നീക്കങ്ങൾ. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ്, അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി തൽക്കാലത്തേക്ക് നടപടികൾ തടഞ്ഞത്. ശ്രീ KVS, ഈ ഡയലോഗ് ഗായത്രിക്ക് ആള് മാറി എന്നാ തോന്നുന്നത്. ഞാൻ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ. റാഷിദിന്റെ വിശദീകരണം തെറ്റാണ്. ഈ കുറ്റപത്രം എറണാകുളത്തെ പ്രത്യേക കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേക കോടതി അത് കോഗ്നിസൻ എടുത്തു. അത് എടുക്കുന്നതിന് മുമ്പ് എതിർ കക്ഷികളെ കേൾക്കണം എന്നതാണ് ഇന്ത്യയിലെ പുതിയ നിയമം. പഴയ നിയമം അനുസരിച്ച് അതിന്റെ ആവശ്യമില്ല. പക്ഷെ ജഡ്ജി ഇതിനെ ടേക്കൺ ഇൻടു കോഗ്നിസൻ. അപ്പൊ കുറ്റപത്രം ഫയലിൽ സ്വീകരിച്ചു. അതിനെയാണ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ളത്. അതിന് കോടതി വിധി പറയട്ടെ, ഹൈക്കോടതി തീരുമാനം കൽപ്പിക്കട്ടെ. അല്ലാതെ ഈ കുറ്റപത്രത്തില് പാളിച്ചകളുണ്ടെന്നോ അതിന്റെ വിശദാംശങ്ങളിലേക്കോ ഒന്നും കടന്നിട്ടില്ല. അന്വേഷണം തെറ്റാണെന്നോ അല്ല. നീ കുറെ കൂടുന്നുണ്ട്. ഹൈക്കോടതി ഇടപെട്ടത് ഇന്ത്യയിലെ മുൻ നിയമം അനുസരിച്ച് IPC അനുസരിച്ച് കോഗ്നിസൻസ് എടുക്കാൻ ഈ എതിർ കക്ഷികളെ കേൾക്കേണ്ടതില്ല. പക്ഷെ ഇന്ത്യ പാസാക്കിയിട്ടുള്ള പുതിയ ക്രിമിനൽ നിയമം അനുസരിച്ച് എതിർ കക്ഷികളുടെ നിലപാട് കൂടി അറിഞ്ഞതിന് ശേഷമേ കോടതി കേൾക്കാവൂ എന്നുണ്ട്. അത് ജഡ്ജി ചെയ്തില്ല. അത് SFIന്റെ പ്രശ്നമല്ല. അത് ജഡ്ജിക്ക് വന്ന തെറ്റാണെങ്കിൽ ഹൈക്കോടതി അത് പരിശോധിച്ചിട്ട് ജഡ്ജിക്ക് ഡയറക്ഷൻ കൊടുക്കട്ടെ. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? അങ്ങനെയാണെങ്കിൽ ജഡ്ജി അത് പരിശോധിച്ചതിന് ശേഷം എതിർ കക്ഷികളെ കണ്ടതിന് ശേഷം ഈ നടപടിക്രമം പൂർത്തീകരിക്കും. അതുകൊണ്ടാണ് EDക്ക് ഇപ്പോൾ ഇതിനകത്തേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പറ്റാത്തത്, ഇടപെടാൻ പറ്റാത്തത്. ഇവിടെ ചാർജ് ഷീറ്റ് കോഗ്നിസൻസ് എടുത്ത സ്ഥിതിക്ക് EDക്ക് ഇടപെടാൻ കഴിയുമായിരുന്നു. EDക്ക് അതിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. പക്ഷെ ഹൈക്കോടതി ഈ ഒരു ഹർജി കിടക്കുന്നത് കൊണ്ടാണ് EDക്ക് ഇടപെടാൻ പറ്റാത്തത്. അല്ലെങ്കിൽ അത് തെറ്റിദ്ധാരണ വരുത്തും. കാരണം ഇതിനകത്ത് ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. പണ്ട് നിർമ്മലാ സീതാരാമൻ കേരള ഹൗസിൽ പോയിട്ട് കേരള ഗവർണറെയും പിണറായി വിജയനെയും കണ്ട ഒരു ചിത്രം നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. അന്ന് മലയാളത്തിലെ ചാനലുകൾ ചർച്ച ചെയ്തത് എന്താ? ഈ
വീണ വിജയനെ രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ പോയതാണെന്നും അതിന് നിർമ്മല സീതാരാമൻ ഇന്ന് കൊടുത്തതാണെന്നും എന്നും വരെ ചർച്ച ചെയ്തില്ലേ അന്നത്തെ മലയാളം ചാനലുകളൊക്കെ? ചാനലുകളൊന്നും കുറ്റം പറയണ്ട. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഒരു സംസ്ഥാനത്തെ വാർത്താ വിതരണ ശൃംഖല പുറത്തിറക്കിയ ഒരു അറിയിപ്പിനകത്ത് അനൗപചാരിക കൂടിക്കാഴ്ച, എന്തിന് സംസ്ഥാന മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയും തമ്മിൽ അനൗപചാരികവും ഔദ്യോഗികവും അല്ലാത്തൊരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് സസ്പീഷ്യസ് ആവും. അപ്പൊ കേരളത്തിലെ പ്രതിപക്ഷം അത് വിഷയമാക്കിയത് കൊണ്ടാണ് മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തത്. താങ്കൾ ഉൾപ്പെടെയുള്ളവർ വന്നിരുന്ന് അക്കാര്യത്തിൽ അഭിപ്രായം വിശദീകരിച്ചത്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുക. അതെ, അതില് ഞാൻ പറഞ്ഞത് അന്ന് ഈ ഒരു എന്താ പറയാ, ഒരു സംശയം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനുശേഷമാണ് SFI ഇത് പൂർത്തിയാക്കി. അതിനു മുമ്പേ അന്വേഷണം പൂർത്തിയാക്കിയിരുന്നു. അന്വേഷണം പൂർത്തിയാക്കിയിട്ട് കുറ്റപത്രം കൊടുത്തിട്ടുള്ളത്. ഇനിയെങ്കിലും അന്ന് നടത്തിയ നിരീക്ഷണങ്ങളും അന്ന് നടത്തിയ നിരീക്ഷണങ്ങൾ ഇതുമായി നേരിട്ട് സമയബന്ധിതമായി കണക്റ്റഡ് ആണോ എന്ന് നമുക്ക് വിലയിരുത്താനൊന്നും പറ്റില്ല. SFI താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ നേരത്തെ തന്നെ അന്വേഷണം പൂർത്തീകരിച്ചിരുന്നു. അതിനുശേഷമാണ് എന്ന് വെച്ചാൽ ഇത് കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്, കോടതിയുടെ പ്രൊസീജിയറും ഇവിടെ നടക്കുന്ന കൂടിക്കാഴ്ചയും തമ്മിൽ നമുക്ക് സമയം വെച്ച് അളന്ന് ബന്ധപ്പെടുത്താൻ കഴിയില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയത്തിന് അതീതമായി നിവാരണം ചെയ്യപ്പെടേണ്ടത് പിന്നീടാണ്. അത് പിന്നീട് നടന്നോട്ടെ. നമ്മൾ ആരും ആരോപിക്കാനില്ല, താങ്കൾ പറഞ്ഞ പോലെ പുതുതായി ആരോപിക്കാനില്ല, ക്ലീൻ ചിറ്റ് നൽകാനുമില്ല. അതവിടെ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നു. അത് അനൗപചാരികമാണ് എന്നാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാർ, ആ പൊസിഷനിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ നിൽക്കുന്നത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണത്തിനൊന്നും തയ്യാറായിട്ടില്ല. പക്ഷെ ഇവിടെ കേസിന്റെ പ്രോസസ്സ് നടക്കും. ചേർക്കോണം സ്വാമിയോട് വാശി വേണ്ട, നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക്. വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാ? അല്ല റാഷിദേ, ഇപ്പോൾ കാണിച്ച മര്യാദയൊന്നും അന്നത്തെ ദിവസം പലരും കാണിച്ചിട്ടില്ല. ഞാൻ അത്രേ സൂചിപ്പിക്കുന്നുള്ളൂ, കൂടുതലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ ഇത് പറയാൻ കാരണം ഇത്തരം വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര ഏജൻസികൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അഴിമതിയോട് 100% ഒരു കോംപ്രമൈസും വേണ്ട എന്നത് ഒരു നിലപാടുണ്ട്. അത് ഏത് തമ്പുരാനാണെങ്കിലും നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നാണ് നിലപാട്. മറുപടികൾ ഉണ്ടാവും സ്വാഭാവികമായും. അതിൽ ജയചന്ദ്രനും ചാമക്കാലയ്ക്കും ഒക്കെ ഉണ്ടാകും. ഞാൻ വരാം. ശ്രീ NV ബാലകൃഷ്ണൻ, ഇതിനകത്ത് CPM-ൽ നിന്ന് ഇന്ന് കേട്ട പ്രതികരണം മന്ത്രി മുഹമ്മദ് റിയാസിന്റേതാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ എഴുതി കൊടുക്കുന്നത് വാർത്തയാക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം വളരെ സ്പെസിഫിക് ആയി ഗണ്ണിക സഹിതം വിവരം സഹിതം പുറത്തു വന്ന മാധ്യമങ്ങൾ പുറത്തുവിട്ട മനോരമ ന്യൂസ് പുറത്തുവിട്ട് മറ്റു മാധ്യമങ്ങളൊക്കെ നൽകിയ ഈ വാർത്തയെ വിശേഷിപ്പിച്ചത്. ശരി, അതങ്ങനെ ആയിക്കോട്ടെ, CPM-ന് അത് പറയാനും പ്രതികരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യങ്ങളെ CPM ഇതുവരെ അഡ്രസ് ചെയ്തിട്ടുണ്ടോ? ഇനിയെങ്കിലും പൊതുസമൂഹത്തിന് മുമ്പിൽ എന്തൊക്കെ മറുപടി CPM പറയേണ്ടതുണ്ട് ഒരു പാർട്ടി എന്ന നിലയിൽ? ശ്രീ ബാലകൃഷ്ണൻ. അവനെ അങ്ങനെ കൊല്ലാൻ പരിപാടി ഇല്ല എനിക്ക്. കിട്ടും, കിട്ടാതെ എവിടെ പോവാനാ? റാഷിദ്, വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് റാഷിദ് ചോദിച്ചത്. ആ ചോദ്യത്തിന്റെ ഉത്തരം പറയുമ്പോൾ സ്വാഭാവികമായും അത് CPM-ന്റെ നേതാക്കന്മാരോട് പറയേണ്ട ഉത്തരവാണ്. CPM-ന്റെ ആളുകളൊന്നും ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. ജയേന്ദ്ര സഖാവാണ് ഇവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. ജയേന്ദ്ര സഖാവിന് എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം CPM-ന്റെ മുകളിൽ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ആളുകൾ ഇനിയെങ്കിലും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ടത് കാര്യങ്ങൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം ഒന്ന് ബോധ്യപ്പെടുത്തുന്നത് നല്ലതാണ്. സാധാരണ നമ്മൾ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുക. ഈ ജയേന്ദ്ര സഖാവ് ഉൾപ്പെടെയുള്ള ആളുകൾ കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ വീണ വിജയനും അതുപോലെ തന്നെ പിണറായി വിജയനും ഒക്കെ നടത്തിയിട്ടുള്ള ചില അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒന്നടങ്കം കുരുതി കൊടുക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കേസിന്റെ ഒരു നാളുവഴികൾ പരിശോധിച്ചാൽ, ഇത് വന്നിട്ടുള്ള വഴികൾ പരിശോധിച്ചാൽ നമുക്കത് വളരെ വ്യക്തമാണ്. അതിനകത്ത് ഈ പറയുന്ന ജയേന്ദ്രൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ദുരൂഹതയൊന്നും അതിനകത്ത് ഒരിടത്തുമില്ല. 2019 ഈ CMRL ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുന്നത്. അപ്പോഴാണ് ഈ ഡയറിയും അതുപോലുള്ള ഈ സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നത്. എന്ത് പ്രസക്തിയാണുള്ളത്? എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തോ? അനിൽകുമാർ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ചിക്കൻ ബിരിയാണി കഴിച്ച് നമുക്ക് പിരിയാം. അതിനെ തുടർന്ന് അന്ന് മുതൽക്ക് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. 2019 കഴിഞ്ഞ് 20 ആകുമ്പോൾ ED-യുടെ മുമ്പാകെ ഈ വിവരങ്ങളൊക്കെ ചെല്ലുന്നുണ്ട്.
കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറയുമ്പോൾ അന്നത്തെ കാര്യങ്ങളെ കുറിച്ച് ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത് പിന്നീട് കൊല്ലാപ്പാവൊന്നും അറിയാതെ പറഞ്ഞതാണെങ്കിൽ പോലും JDT ഇസ്ലാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കേസുകളൊക്കെ ആയി സൂചിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് മലയാള മനോരമ പത്രം ഇതിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവന്നതിന് ശേഷം ഓരോ ദിവസം കൂടി ഇടയ്ക്ക് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്, PV എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ ഉണ്ടാവും, അതൊക്കെ ഇപ്പോ ആരാന്നാണ് അത് പറഞ്ഞ പിണറായി വിജയന് മാസങ്ങൾ പോലും അതിനോട് ഉറച്ചു നിൽക്കാൻ പറ്റിയില്ല. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ പിന്നെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതെന്തുകൊണ്ട് വീണ വിജയന്റെ കാര്യത്തിൽ പാർട്ടി പ്രതിരോധിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത്, വീണ വിജയൻ അല്ല ഇതിന്റെ ലക്ഷ്യം, അത് പിണറായി വിജയനാണ്, അതുകൊണ്ടാണ് പാർട്ടി പ്രതിരോധിക്കുന്നതാണ്. അതായത് നേരത്തെ പിണറായി വിജയൻ തന്നെയാണ് പറഞ്ഞത് PV എന്ന് പറഞ്ഞാൽ എത്ര PV മാരുണ്ടാവും ചോദിച്ചത്, ആ PV ഒന്നും അല്ല, ഞാൻ തന്നെയാണ് യഥാർത്ഥ PV എന്ന് പിണറായി വിജയൻ തന്നെ സമ്മതിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കി ഇക്കാലം അത്രയും നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇത്രയൊക്കെ പൊല്ലാപ്പ് വീണ വിജയൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടോ, അത് ശരിയാണോ തെറ്റാണോ എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട പ്രശ്നം എന്താണ്? വളരെ കൃത്യമാണല്ലോ. നേരത്തെ റാഷിദ് ചോദിച്ചതുപോലെ എന്ത് സേവനമാണ് കൊടുത്തത്, ഞങ്ങൾ ഇന്നെന്ന സേവനമാണ് കൊടുത്തതെന്ന് ഈ പറയുന്ന വീണ വിജയൻ ഒരു വരി പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം അവസാനിക്കില്ലേ? അത് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതിന്റെ പ്രശ്നം എന്താണ്? ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ജയേന്ദ്രൻ സഖാവൊക്കെ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും എന്ത് സേവനമാണ് കൊടുത്തത് എന്ന് വീണ വിജയൻ മൊഴി കൊടുത്തിട്ടില്ലെങ്കിലും മറ്റാരും പരിശോധിച്ചില്ലെങ്കിലും ഈ പരിശോധിക്കുന്ന സംഘത്തിന് SFIക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ EDക്കോ അതുപോലെ CBIയോ ആരാണോ അന്വേഷിക്കുന്നത് അവർക്ക് കണ്ടെത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഡിജിറ്റലി പ്രൂവ് ചെയ്യാൻ വേണ്ടി ഡിജിറ്റലി കാര്യം തെളിയിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഡിജിറ്റലി പരിശോധിച്ചിട്ട് യാതൊരു തരത്തിലും സേവനം കിട്ടിയതായിട്ട് കാണുന്നില്ല എന്ന് വ്യക്തമായതുമായി ബന്ധപ്പെട്ടാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. എന്ത് സേവനമാണ് ഇപ്പൊ ഡിജിറ്റലി കൊടുത്ത സേവനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ EDയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഈ പറയുന്ന SFIയുടെ മുമ്പിലോ ഉണ്ടെങ്കിൽ പിന്നീട് അവർ കൂടുതൽ കാര്യം ചോദിക്കും. ഡിജിറ്റലി അങ്ങനെ ഒരു കാര്യം കണ്ടെത്താനില്ലെന്നേ. ഇതേതാണ്ട് എലിക്കണിയിൽ സൂന വെട്ടതുപോലെ സൂനോട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ചുമക്കാതെ പറ്റില്ലല്ലോ. അതിന് എന്നോട് ചൂടാവണ എന്തിനാ? ഇതിലും ഭേദം സസ്പെൻഷനോ തരംതാഴ്ത്തലോ ആയിരുന്നു. ഈ പറയുന്ന CMRL കൊടുത്ത സേവനത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഔദ്യോഗിക രേഖകളിലോ കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ ഒന്നുമില്ല. അത്തരത്തിലൊരു കാര്യം അവർ കൊടുത്തതായിട്ട് വരും. അതുകൊണ്ടാണ് നിങ്ങൾ എന്താണ് സേവനം കൊടുത്തതെന്ന് ചോദിക്കുന്നത്. ആ സേവനം കൊടുത്തതെന്ന് ചോദിക്കുന്നവർ ഒരു ഉത്തരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും കാര്യങ്ങൾ മാറി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ ദിവസവും കഴിയും തോറും കാര്യങ്ങൾ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ വിജയന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് ഇന്ത്യയിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി പറയുകയാണ്. അവർ തന്ന ഏജന്റ് അവർ ഇല്ലെന്നൊന്നും സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, അത്രയും നല്ലത് അവർ പറഞ്ഞല്ലോ. പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് അവർ ചെയ്തിട്ടുണ്ടാവില്ലേ? അതിന് കാര്യങ്ങൾ ഉണ്ടാവില്ല. അത് നാളെ എന്തായാലും ഈ കാര്യങ്ങൾ അങ്ങോട്ട് തന്നെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ ആയാലും ശരി ഒരുപക്ഷെ കുറച്ചു കാലത്തേക്ക് കൂടി ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുമായിരിക്കും, പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു വിശ്വാസത്തിലായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് അത്ര മുന്നോട്ട് അതിന് ആ കാര്യങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇത്രയും കൃത്യമായി നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ നാട്ടുമ്പുറത്തൊരു ചൊല്ല് പ്രകാരം കണ്ണുകേറിയ മനുഷ്യന്മാർക്കൊക്കെ കാര്യങ്ങൾ വ്യക്തമായിരിക്കും സമയത്ത് പോലും ജയേന്ദ്രനെ പോലുള്ള ആളുകൾക്ക്, ജയേന്ദ്ര സഖാവിനെ പോലുള്ളവർക്ക് അത് ബോധ്യപ്പെടാത്തത് അങ്ങ് യഥാർത്ഥ നിങ്ങളെ പോലുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ തന്നെ കുരുതി കൊടുക്കുകയാണ്. പിണറായി വിജയനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ വീണ വിജയനെ രക്ഷിക്കാൻ അവരെന്തെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായ ശിക്ഷാ നടപടി അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിന്റെ മഹത്തായ ചരിത്രമുള്ള ഒരു പ്രസ്ഥാനത്തെ അപ്പടി എഴുതിത്തള്ളുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കില്ലേ വേഗം, എന്തെങ്കിലും പറ്റിയ എല്ലാവരും എന്നോട് ചോദിക്കത്തുള്ളൂ. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള പ്രശ്നം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോ ഹരിദാസ് പറയുമ്പോ നേരത്തെ ഈ നിർമ്മല സീതാരാമനെ കണ്ടതൊക്കെയായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഞങ്ങൾക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിച്ച് വീണയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എത്ര മോശമാണ്, എന്ത് മ്ലേച്ഛമാണെന്നൊക്കെ അദ്ദേഹം ചോദിക്കുകയാണ്. പക്ഷേ ഹരിദാസ് മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. ഇതിൽ തന്നെ നമുക്കൊരു അനുഭവം എടുക്കുക. 2019 ഈ CMRLനകത്ത് ഈ പറയുന്ന ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുന്നത്. ആ റെയ്ഡ് നടത്തി പിടിച്ചെടുത്തിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ അവർ EDക്ക് വിവരങ്ങൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണോ 2020 ED അന്വേഷണം തുടങ്ങുന്നത്. ഈ ED അന്വേഷണം 2020 ED അന്വേഷണം തുടങ്ങിയിട്ട് ഈ കാലത്തിനിടയിൽ ED എന്താ അതിനകത്ത് പൂർത്തീകരിച്ചത്? അതായത് ഈ വിവരങ്ങളൊക്കെ തങ്ങളെ കൈവശം വെച്ചുകൊണ്ട് ആരെയൊക്കെയോ ബ്ലാക്ക് മെയിൽ ചെയ്ത് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടു നടക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഹരിദാസിന് പറയാൻ പറ്റുമോ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു സാവകാശം ഇന്ത്യയിലെ മറ്റേതെങ്കിലും പ്രദേശത്ത് ED കൊടുത്തിട്ടുണ്ടെന്ന്? ED ഇപ്പൊ ഈ ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഹെറാൾഡ് കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം എടുക്കുക. ആ ഹെറാൾഡ് കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നതാണ് EDയോട് നിങ്ങൾ കുറച്ച് തെളിവ് ശേഖരിച്ചിട്ട് വരൂ.
നിങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളിലൊന്നും ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാൻ ആവശ്യമായ അത്ര തെളിവുകളില്ല. അതുകൊണ്ട് നിങ്ങൾ തെളിവുകൾ ശേഖരിച്ചു വരൂ എന്ന് പറയാണ്. അവിടെയൊക്കെ അങ്ങനെയാണ്. ആവശ്യമായ ഒരു തെളിവും ശേഖരിക്കാതെ തന്നെ പിന്നെ ഇതുപോലുള്ള കേസുകൾ എടുക്കുകയും ആളുകൾ എടുക്കുകയും മുഖ്യമന്ത്രിമാരെ പോലും ജയിലിലടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടി ചത്തേനെ. ഒരു സംവിധാനമാണ് കേരളത്തിൽ. ഇത് എല്ലാവർക്കും അറിയാം. അന്വേഷണ കമ്മീഷനുകളെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏജൻസികളെയും ദുരുപയോഗപ്പെടുത്തുകയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാം. ഇനി ഏത് കൊമ്പനായാലും പിടിക്കും എന്നൊക്കെയാണല്ലോ ഹരിദാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൊടകര കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്താ ഇ.ഡി. കണ്ടെത്തിയത്? അവിടെ അഴിമതിയില്ല എന്ന് ഹരിദാസും ഇ.ഡിയും പറഞ്ഞാൽ ആളുകൾക്ക് ബോധ്യപ്പെടുന്നതാണോ? വളരെ കൃത്യമാണല്ലോ കാര്യത്തിൽ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു മണ്ഡലത്തിലേക്ക് 3.5 കോടി ഉറുപ്പിക വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പണമാണ് കൊണ്ടുവന്നത്. അതിലൊരു വാഹനത്തിനകത്തു നിന്നാണ് ഈ സാധനം പിടിച്ചത്. കേരളത്തിലാകെ ഈ സംഭവം നടന്നിട്ടുണ്ട്. വലിയ 40 കോടിയിലധികം ഉറുപ്പിക വന്നിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിലെ പോലീസ് അന്വേഷിച്ച് പിടിച്ചോണ്ട്. പക്ഷെ കേരളത്തിലെ പോലീസ് അന്വേഷിച്ച് പിടിക്കുകയാണെങ്കിലും അവരതുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊസീഡ് ചെയ്യുന്നില്ല. അവര് പിന്നെ എന്താണ് സുരേന്ദ്രനെയും അതുപോലുള്ള ആളുകളെയും BJP നേതാക്കന്മാരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ഇത് തന്നെ തിരിച്ച് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ SFIO കേസിൽ എനിക്ക് ഇപ്പോഴും വലിയ വിശ്വാസമൊന്നുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള കോടതി വിധികളൊക്കെ ഉണ്ടാക്കി ഒരു കോടതി വിധി ലഭിച്ചു എന്നുള്ളത് കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നതാണോ? അങ്ങനെയാണോ ജയേന്ദ്രനൊക്കെ ഈ കാര്യങ്ങൾ കാണേണ്ടത്? അങ്ങനെയാണോ ഈ കാര്യങ്ങൾ? ഇതൊക്കെ സാമാന്യ ബുദ്ധിയിൽ നമുക്ക് ആലോചിച്ച് നോക്കാൻ കിട്ടാവുന്നല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പൊരുക്കം എന്താണെന്ന് വെച്ചാൽ ഈ ഇടപാടുകളൊക്കെ എപ്പോഴും തുടർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങളുടെ ഒരു വില്ല് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനു മുമ്പിൽ ഒരു സംശയവും വേണ്ട. ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ അപകടത്തിലേക്കാണ്, തന്റെ നില കൂടുതൽ വഷളാവുന്ന അവസ്ഥയിലേക്കാണ്. വീണ വിജയനായിരുന്നാലും ശരി, അതുപോലെ തന്നെ നമ്മുടെ റിയാസ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്ന് റിയാസ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചല്ലോ. റിയാസ് പറഞ്ഞു ഇവിടെ കൊടുക്കാത്ത മൊഴിയാണ് വന്നത്. ചേട്ടാ ചൂടാവല്ലേട്ടാ ഇങ്ങനെ. ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാടാ. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാ റിയാസിന് എങ്ങനെ പറയാൻ പറ്റുക? റിയാസിന് ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തത ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് റിയാസ് നേരത്തെ ഇതുവരെ മിണ്ടാതിരുന്നത്? ഒരു അക്ഷരം മിണ്ടാതെ. കാരണം എന്താണ്, പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന പ്രശ്നമുണ്ട്. പിണറായി വിജയൻ പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം നമ്മളിപ്പോ കണ്ടല്ലോ. ഏതൊക്കെ PV ഉണ്ടെന്ന് ചോദിച്ച പിണറായി വിജയൻ ഇപ്പൊ പെട്ടു. പിണറായി വിജയൻ തന്നെ പറയുന്നു ആ PV ഞാൻ തന്നെയാണ് എന്ന് സമ്മതിക്കേണ്ടി വരുന്നു. അപ്പോ പറഞ്ഞു പോയാൽ പെട്ടുപോകുന്നു കരുതിയിട്ട് റിയാസ് ഒരു അക്ഷരം പ്രതികരിച്ചത്. ശരി, NV ബാലകൃഷ്ണൻ, ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ ജയചന്ദ്രൻ, അപ്പൊ ഉയരുന്ന ചോദ്യം ഇതാണ്. CPM ഇനിയെങ്കിലും ഇനിയെങ്കിലും ഈ കേരളീയ പൊതുസമൂഹത്തോട് വിശദീകരിക്കേണ്ട കാര്യങ്ങൾ, പറയേണ്ട ഉത്തരങ്ങൾ പറയുമോ ശ്രീ ജയചന്ദ്രൻ? റാഷിദ്, പിന്നെ ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ടല്ലോ, ഇപ്പോഴും അത് തന്നെയാണ് ആവർത്തിക്കാനുള്ളത്. ഞാനടക്കം ആരാണെങ്കിലും ശരി, കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അതല്ലല്ലോ, അത്രേ ഉള്ളൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അയ്യോ, ഇതിനകത്ത് ആവശ്യമില്ല. ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. എന്റെ കൊച്ചിലോട്ടുള്ള ലൈൻ അതാ. നമ്മൾ കണ്ണടച്ചാൽ നമുക്ക് ഇരുട്ടാവൂ, ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, പിന്നെ ഈ കേസ് നിങ്ങളിപ്പോൾ പറയുന്നത്, താങ്കൾ ആവർത്തിച്ചും ചോദിക്കുകയാണല്ലോ എന്ത് സേവനമാണ് കൊടുത്തത്. എന്ത് സേവനം കൊടുത്തില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കേസായിട്ട് ഇതിനെ ആർക്കാണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം ചിന്തിച്ചാൽ മതി. അങ്ങനെ രൂപത്തിലേക്ക് കേസ് പോവുകയില്ല. ഏത് കോടതി ചെന്നാലും ശരി അതങ്ങനെ നിൽക്കില്ല കേസ്. കാരണം സേവനം കൊടുത്തില്ല തീരുമാനിക്കേണ്ടത് ആരൊക്കെയാണോ ആ കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ആ പാർട്ടികളാണ്, അല്ലാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനല്ല. അത് തന്നെയാണ് ഹൈക്കോടതി രീതിയിൽ വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിൽ ആർക്ക് വായിച്ചാലും മനസ്സിലാവുന്ന രീതിയിൽ. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ സേവനം കൊടുക്കാതെ മുഖ്യമന്ത്രിയുടെ മകൾ 1.72 കോടി കൈപ്പറ്റി എന്ന് ആദ്യം ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലും ഇപ്പൊ SFIO പറയുന്ന പ്രകാരമാണെങ്കിൽ 2.70 കോടി കൈപ്പറ്റി എന്നുള്ളതാണ് ടോട്ടൽ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അങ്ങനെ ഇത്രയും വലിയ പൈസ മുഖ്യമന്ത്രിയുടെ മകൾക്ക് സേവനം കൊടുക്കാതെ പിന്നെ എന്തിനു വേണ്ടിയാണ് CMRL കൈമാറുന്നത്? അതിന്റെ ലോജിക്ക് എന്താണ്? ശ്രീ ജയചന്ദ്രന് മനസ്സിലാവുന്നത് പറഞ്ഞാൽ മതി. അല്ല, ഞാൻ പറഞ്ഞില്ല, ആ ചോദ്യം തന്നെയാണ് ഇല്ലോജിക്കലായിട്ടുള്ളത്. കാരണം ഒരു രണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെന്റിൽ അത് സേവനം കൊടുക്കുന്നോ കൊടുക്കാതിരിക്കുന്നോ തീരുമാനിക്കേണ്ടതും പറയേണ്ടതും ക്ലെയിം ഉണ്ടെങ്കിൽ ഉന്നയിക്കേണ്ടത് അത് അവരുടെ കാര്യമാണ്. ശരി, പക്ഷെ ഇവിടെ ആർക്കാണ് കൊടുത്തത് എന്നൊന്നും ഉണ്ടല്ലോ ശ്രീ ജയചന്ദ്രൻ. ആർക്കാണ് കൊടുത്തത് എന്നുള്ളത് പ്രസക്തമല്ലേ? പ്ലീസ്. അല്ല റാഷിദ്, ഞാനത് പറഞ്ഞോട്ടെ. പിന്നെ ഇത് താങ്കളുടെ സ്ഥാപനം, പേര് പറയേണ്ട കാര്യമില്ല, ഏത് സ്ഥാപനത്തിലാണ് താങ്കളുള്ളതെന്ന് ചർച്ചാ മനോരമ ന്യൂസിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം.
അപ്പോൾ താങ്കളുടെ സ്ഥാപനവും ഒരു കൺസൾട്ടൻസി ആയിട്ട് ഒരു അഗ്രിമെന്റിൽ ഒപ്പിടുന്നു. ആ അത്തരത്തിലുള്ള ഏത് കൺസൾട്ടൻസിയാണോ ഒപ്പിടുന്നത്, ഏതാണ് സർവീസ് തന്നിട്ടുള്ളത്, അതൊക്കെ തീരുമാനിക്കേണ്ടത് ആരാണ്? ഡിസ്പ്യൂട്ട് ഉണ്ടാവുന്നിരിക്കട്ടെ, ഡിസ്പ്യൂട്ട് ഉണ്ടാവുന്നില്ല, പ്രശ്നമൊന്നുമില്ല. ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ പറയേണ്ടത് ആരാണ്? ഒന്നാമത് എനിക്ക് ഉദാഹരണം മനസ്സിലായി, ഞാൻ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോടതിയുടെ വിലപ്പെട്ട സമയമാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധാരാളം സമയമുണ്ട്, തൽക്കാലം അവിടെ ഇരിക്കെ. ആദ്യം ഇതിനൊരു തീരുമാനമാകട്ടെ. ഒന്നാമത് ഏതെങ്കിലും രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളുടെ കാര്യമല്ല ഇത്. ഒരു വശത്തിരിക്കുന്ന സ്വകാര്യ സ്ഥാപനം എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളാണ്, മകളുമായി ബന്ധപ്പെട്ടാണ്. മറുവശത്തിരിക്കുന്നത് ഇപ്പറയുന്ന KSIDCക്ക് 13% ഓഹരിയുള്ള CMRL എന്ന് പറയുന്ന ഒരു കരിമണൽ കമ്പനിയുമായുള്ള കരാറാണ്. ആ കരാറിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ന സോഫ്റ്റ്വെയർ സേവനങ്ങൾ അതിന്റെ മെയിന്റനൻസിനും ഉൾപ്പെടെയുള്ളവ നൽകും എന്ന് പറഞ്ഞൊരു കരാറുണ്ടാക്കുന്നു. എന്നിട്ട് ഈ കണ്ട മൊഴികളിലും ഇപ്പറയുന്ന ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് തൊട്ട് ഇപ്പൊ SFIO വരെ എത്തിയിരിക്കുന്ന എല്ലാ അന്വേഷണ വിഭാഗങ്ങളും കണ്ടെത്തിയിരിക്കുന്ന ഒരു സേവന ഇടപാടും അവിടെ നടന്നിട്ടില്ല. അതിപ്പോ എക്സാലോജിക്കിലെ തൊഴിലാളികളുടെ മൊഴിയുണ്ട്, നേരത്തെ CMRLന്റെ MDയുടെ മൊഴിയുണ്ടായിരുന്നു. ഇപ്പോ ഇവിടെ ഈ കാര്യത്തിൽ ഈ SFIO റിപ്പോർട്ടിൽ CMRLന്റെ IT ഹെഡിന്റെ മൊഴിയുണ്ട്, സേവനം കൊടുത്തിട്ടില്ല എന്ന്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു സേവനവും കൊടുക്കാതെ ഇത്രയും കോടി, അതും മാസപ്പടിയായി മന്ത്ലി 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് സിമ്പിൾ ആയിട്ട് അങ്ങ് പറഞ്ഞു തരൂ ശ്രീ ജയചന്ദ്രൻ, 1 മിനിറ്റൂടെ സമയം. എന്തിനു വേണ്ടിയാണ്? നിങ്ങളെന്താ ഒരുമാതിരി കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന പോലെ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു 10 മിനിറ്റ് ബുദ്ധിമുട്ടണമെന്ന്, പ്ലീസ്. അല്ല, ഞാനിത് ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞതാണ്. താങ്കൾ പിന്നെ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് അത് തന്നെ പറയാനുള്ളൂ. അത് ബാധകമല്ലെന്നേ. അത് പറയേണ്ടത് ആരാണ്? ഉദ്യോഗസ്ഥനല്ല. അത് എഗ്രിമെന്റ് ഒപ്പിട്ടത് ആരാണോ അവർ തമ്മിലാണ്. പരസ്പരം കോടതി പറയണമെങ്കിൽ കോടതിയിലും പറയണത് അവർ രണ്ടുപേരുമാണ്, അല്ല ഉദ്യോഗസ്ഥരല്ല. ആ സ്റ്റാൻഡ് തന്നെയാണ് ഞാൻ പറയുന്നത്. ശ്രീ ജയചന്ദ്രൻ, ഇത് ഒട്ടും ലോജിക്കൽ അല്ലാത്തൊരു ചോദ്യമാണെന്നാണ് ജ്യോതികുമാർ ചാമക്കാല ജയചന്ദ്രൻ പറയുന്നത്. ഇവിടെ സേവനം എന്നതിനൊരു പ്രസക്തിയുമില്ല എന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല. നോക്കൂ, ഞാൻ അദ്ദേഹത്തോട് കൂടുതലൊന്നും പറയാനില്ല. ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു ന്യായീകരണം ഇക്കാര്യത്തിൽ നടത്താനില്ല എന്ന് മാത്രമേ ഞാൻ മാന്യമായ ഭാഷയിൽ പറയുന്നുള്ളൂ. ഈ രാജ്യത്ത് 2 കമ്പനികൾ രജിസ്റ്റർ ചെയ്ത് അവർ തമ്മിൽ എത്ര കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയാലും അവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് ന്യായീകരിക്കേണ്ടതാണ്. അതിനകത്ത് പിന്നെ ചോദ്യത്തിന് അടിസ്ഥാനമില്ല എന്ന് പറയുമ്പോൾ എന്തിനായിരുന്നു ഇവിടെ ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടന്നത്? ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടന്ന് ഇൻകം ടാക്സിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് അവിടെ ഏതടിസ്ഥാനത്തിലാണ് ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിൽ പോയി അവർ സെറ്റിൽ ചെയ്തത്? 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. ആ സെറ്റിൽ ചെയ്യുമ്പോൾ ഇവിടെ സേവനം ഉണ്ടെന്നേ അതിന് മറുപടി പറഞ്ഞ് മതിയാവൂ. ഇപ്പൊ ഞാൻ പിന്നെ അദാനി കമ്പനിയുമായിട്ട് എൻ്റെ ഒരു കമ്പനി ഷെൽ കമ്പനി ഉണ്ടാക്കി, ഞാനൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി. അദാനി കമ്പനിയിൽ നിന്ന് എനിക്ക് കൂടി വരുത്തി കഴിഞ്ഞാൽ നിങ്ങളാരും ഞാൻ എന്ത് സേവനം കൊടുത്തിട്ടാ എന്ന് ചോദിക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എത്ര ഇല്ലോജിക്കലായിട്ടാണ് ജയചന്ദ്രൻ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ വിഡ്ഢികളാണെന്നാണ് കരുതുന്നത്. ഇവിടെ എൻ്റെ സിമ്പിളായിട്ടുള്ള ചോദ്യം, ഇവിടെ ഒന്ന് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു, അത് മെയിൻറ്റെയിൻ ചെയ്തു, അത് പിന്നെ അവർക്ക് കൊടുത്തു. രണ്ടാമത്തേത് മറ്റ് സേവനങ്ങൾ കൊടുത്തു. ഇതിനെല്ലാത്തിനും ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടാകേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ തെളിവുകൾ ഇതൊക്കെയാണ് എന്ന് പറയാനുള്ള ആർജവം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഇല്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, ഒരു സേവനവും ചെയ്യാതെ തന്നെയാണ് ഈ തുക കിട്ടിയിട്ടുള്ളത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. അതിനപ്പുറത്തേക്ക് കമ്പനിയുടെ ഉടമസ്ഥൻ പറഞ്ഞാൽ മതി എന്ന് താങ്കൾ പറഞ്ഞാൽ മതിയോ? കമ്പനിയുടെ ഉടമസ്ഥൻ പറഞ്ഞാൽ പോരാ. ടെക്നിക്കൽ കാര്യങ്ങളെ സംബന്ധിച്ച് പറയേണ്ടത് ടെക്നിക്കൽ ഹെഡ് തന്നെയാണ്. അവിടെ ടെക്നിക്കൽ ഹെഡ് പറഞ്ഞിരിക്കുന്നു, ഇനി ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് സോഫ്റ്റ്വെയർ? ആ സോഫ്റ്റ്വെയർ ഈ കമ്പനി ഉപയോഗിക്കണ്ടേ? ഈ കമ്പനി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ ആണെന്നേ. അപ്പോൾ അങ്ങനെ ഇരിക്കെ എന്ത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു? ആ ഡെവലപ്പ് ചെയ്തവർ ആരൊക്കെ? കമ്പനിയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടില്ല, അവിടെ എഡ്യൂക്കേഷൻ സംബന്ധമായ ചില സോഫ്റ്റ്വെയർസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും ഇത്തരത്തിൽ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് തെളിവുകൾ ചോദിക്കുമ്പോൾ, അതിന് കണക്കുകൾ ചോദിക്കുമ്പോൾ അത് ബോധ്യപ്പെടുത്താൻ, അത് ഹാജരാക്കാൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നിർബന്ധമായും അവർക്ക് അതിനുള്ള പിന്നെ ബാധ്യതയുണ്ട്. അത് ചെയ്യാത്തിടത്തോളം കാലം മുഖ്യമന്ത്രിക്ക് നമ്മുടെ മകൾക്ക് എന്തെങ്കിലും പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. ഇത് ഒരു പണിയും ചെയ്യാതെ അമ്മ ചീനാത്തിന് അങ്ങനെയൊക്കെ പറയാൻ പോയി പറഞ്ഞതല്ലല്ലോ, പറയിപ്പിച്ചതല്ലേ.
കൊറേ നാളായി തുടങ്ങിയിട്ട്. ഞാൻ ഇതുവരെ നിന്നോട് ഇതൊന്നും പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ. മേലനങ്ങാതെ വീട്ടിൽ കുറ്റിയടിച്ചിരുന്നിട്ട് മാസാമാസം 5, 3, 8 ലക്ഷം രൂപ വീതം അക്കൗണ്ടിലേക്ക് വരുത്തുകയും ഇതൊന്നും പോരാതെ 1 കോടി രൂപ കടമായി വാങ്ങുകയും ആ കടം വാങ്ങിയ തുക കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി CMRL കൊടുത്തതാണ് എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അത് ബോധ്യപ്പെടാത്ത ഏക കുടുംബം ആ തിരുട്ട് കുടുംബമായ മുഖ്യമന്ത്രിയുടെ കുടുംബമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്താൻ, ഒരു കാരണവശാലും വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കഴിയുന്നില്ല. ടെക്നിക്കലായി സംസാരിക്കൂ, ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കൂ. നിങ്ങൾ എന്ത് പ്രോഗ്രാമാണ്, എന്ത് സോഫ്റ്റ്വെയർ ആണ് ഡെവലപ്പ് ചെയ്തത്, എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങളത് എങ്ങനെയാണ് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്, അത് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യായിരുന്നോ, ഇനി എന്ത് സേവനമാണ് ചെയ്തിട്ടുള്ളത്, ആ കമ്പനി അതിന് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ ഇതൊന്നും ഇല്ലെന്നേ, ഇതൊന്നും ചെയ്യാതെ, ഇതൊന്നും ആരും മനസ്സിലാവില്ല എന്ന ധാരണ പുറത്ത് ഒരു എന്താ പറഞ്ഞേ ഈ രണ്ട് കമ്പനികൾക്കും ഇത് വിഷയമല്ല. അവരവിടെ സെറ്റിൽ ചെയ്ത കേസാണ്. പൈസ കൊടുത്ത കമ്പനിക്കും സേവനം കൊടുക്കാത്ത കമ്പനിക്കും അതൊരു പ്രശ്നമായി തോന്നുന്നില്ല. ഈ ഒരു വിഷമത്തിലിരിക്കുമ്പോൾ അളിയൻ ഇങ്ങനെ വന്ന് വഴക്കുണ്ടാക്കല്ലെന്ന് പിന്നെന്തിനാണ് ബാക്കിയുള്ളവർക്ക് അതൊരു പ്രശ്നം എന്നുള്ളതാണ് ജയചന്ദ്രൻ ചോദിക്കുന്നത്. അങ്ങനെ തോന്നാതിരുന്നിട്ട് കാര്യമില്ല. ഈ രാജ്യത്ത് നിയമവാഴ്ചയില്ലേ? ഈ രാജ്യത്ത് നീതി നിയമം നടപ്പാവണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇൻകം ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് വേണോ? പൂട്ടിക്കൊണ്ട് പോയാൽ പോരെ? ഞാനും താങ്കളും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് താങ്കളുടെ അസറ്റ്സ് എന്റെ പേരിലേക്ക് മാറ്റിയാൽ പോരെ? ഇല്ലെങ്കിൽ എന്റെ അസറ്റ്സ് താങ്കളുടെ പേരിലേക്ക് മാറ്റിയാൽ പോരെ? ആർക്കും ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് ചെയ്യാമല്ലോ. എന്തില്ലോ ഒരു മാന്യത വേണ്ടേ സംസാരിക്കുന്നതിന്? അതിന്റെ പേരിൽ ഒരു ലോജിക്ക് വേണ്ടേ? ഒരു രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥയില്ലേ? നിയമമില്ലേ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ? കമ്പനി കാര്യ മന്ത്രാലയമില്ലേ? ഇതൊക്കെ പിന്നെ എന്തിനാണ്? അപ്പോ അങ്ങനെ ഉണ്ടായിരിക്കെ ഇതൊക്കെ പറയാൻ വേണ്ടി അവസാനം പൂഴിക്കടകൻ എന്ന് പറയും. അത്തരത്തിലുള്ള പൂഴിക്കടകൻ അടവുമായിട്ടാണ് ഈ ജയചന്ദ്രനെ പോലുള്ളവർ വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഡിഗ്നിറ്റി, നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ ഈ സമൂഹത്തിലുള്ള വിലയും നിലയും പോലും കളയരുത് എന്ന് മാത്രമേ എനിക്ക് താങ്കളോട് പറയാനുള്ളൂ. ഇങ്ങോട്ട് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞെന്താ അറിയോ? ബഹുത്തച്ച നായർന്ന. അതിനിപ്പോ ഞാനെന്ത് വേണം? നീ ഒന്നും വേണ്ട, അവര് പറഞ്ഞ ന്യായം ഉണ്ടെന്ന് ബുദ്ധിയുള്ള എനിക്ക് തോന്നി, ഞാൻ ഈ പോന്നു. ശ്രീ KVS ഹരിദാസ്, ഇന്നിപ്പോ വന്നിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കൂടുതൽ അന്വേഷണ വിഭാഗങ്ങളിലേക്ക് ഇപ്പൊ ഈ കേസ് പോകും SFIയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇതിപ്പോ ED ഓൾറെഡി ഏറ്റെടുത്തു കഴിഞ്ഞു, ഒരു ക്രൈം പ്രൊസീജിയർ അവിടെ സംഭവിച്ചു കഴിഞ്ഞു. SFI റിപ്പോർട്ട് അത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ EDക്ക് അന്വേഷിക്കാം, ED അത് ഏറ്റെടുക്കുന്നു. ഇനി മറ്റ് അന്വേഷണ വിഭാഗങ്ങളിലേക്കും കേന്ദ്രം അതിന്റെ സാധ്യതകളൊക്കെ തേടും എന്നുള്ളതാണ്. SFI അങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരി, പോകട്ടെ, അന്വേഷിക്കട്ടെ. പക്ഷേ കേന്ദ്രത്തിന് ഇതിനകത്തുള്ള ആത്മാർത്ഥതയുടെ അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പല സംശയങ്ങൾ നേരത്തെ ശ്രീ ബാലകൃഷ്ണൻ ഇവിടെ ചൂണ്ടിക്കാട്ടി. ശ്രീ ഹരിദാസ്, 2 മിനിറ്റ് സമയം മറുപടി. അല്ല, ഈ ബാലകൃഷ്ണനൊന്നും ഞാൻ മറുപടി പറയാനില്ല. അതവിടെ ഇരിക്കട്ടെ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ വിശദീകരിക്കട്ടെ. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട് റാഷിദേ. ഇപ്പോ വീണ വിജയൻ എന്തിനാ മാസം 3 ലക്ഷം ഉറുപ്പിക കൊടുത്തേ? 5 ലക്ഷം ഉറുപ്പിക എക്സാലോജിക്കിന് കൊടുത്തു. അതിന് പുറമെ എല്ലാ മാസവും 3 ലക്ഷം ഉറുപ്പിക മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്തിനു വേണ്ടിയിട്ടാ കൊടുത്തേ? കോടതി ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. എന്നെ വെറുതെ ഇവിടെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലേ? എന്നാ ശരി. അതിനുള്ള മറുപടി CPM നൽകണ്ടേ? എന്ത് സേവനത്തിന്റെ പേരില ഒരു വ്യക്തിയുടെ പേരിൽ പൈസ കൊടുക്കുന്നേ? ഇത് മാത്രമല്ല, ഇനിയിപ്പോ അനവധി വിശേഷണങ്ങൾ വന്നിട്ടുണ്ട്. ഇവര് മാത്രമല്ല, ഇപ്പോ CMRലും അല്ലെങ്കിൽ 1-2 കമ്പനി മാത്രമല്ല, കോഴിക്കോട്ടെ JDT ഇസ്ലാം അവർക്ക് അവരുടെ നിന്ന് ഇവർ പൈസ വാങ്ങിയിട്ടുണ്ട്. എന്ത് സേവന കൊടുത്തതെന്നും കൂടി അന്വേഷിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ സാന്റോ മോണിക്ക അവരുടെ സേവനം വീണ വിജയന് കൊടുത്തിട്ടുണ്ടെന്നാ പറയുന്നേ. അതിന്റെ പേരിലും അന്വേഷണം നടക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സാന്റോ മോണിക്കയുടെ മുതലാളിയുടെ ഭാര്യയെ കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിൽ നിയമിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയും കേട്ടു. ശരിയാണോ എന്നറിയില്ല, അത് പരിശോധിക്കണം. അവസാനം കാരക്കോണം മെഡിക്കൽ കോളേജ് അവർക്കും ഇവർ സേവനം കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെന്നാണ്. ഇതിനൊക്കെ പാകത്തിനുള്ള ഒരു IT കമ്പനിയാണ് ഇതെന്നൊന്നും ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാ ഇവൻ എന്താ ഉദ്ദേശിച്ചത്? CMRLന്റെ വിദഗ്ധന്മാരോട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞത് നമ്മുടെ ഒക്കെ മുമ്പിലുണ്ട്.
ഒരു സേവനവും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിലൊന്നും ഈ എക്സാലോജിക്കിന്റെ ഇല്ല എന്നാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ 3 കമ്പനി മാത്രമല്ല, വേറെയും 6-7 കമ്പനികളുടെ പൈസ വന്നിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. പൂർണ്ണമായിട്ടും കുറ്റപത്രത്തിൽ മുഴുവൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനത് കണ്ടില്ല. ഏതായാലും ഇതൊക്കെ പരിശോധിക്കപ്പെടും. അതുകൊണ്ട് ഇത് ഇവിടെ ഒന്നും അവസാനിക്കാൻ പോകുന്ന കാര്യമല്ല. ഇതിന്റെ മുഴുവൻ വിശദാംശങ്ങൾക്കും SFIയുടെ കുറ്റപത്രത്തിലെ 10-11 പ്രതികളാണ് ഈ പറയുന്ന വീണ വിജയനായാലും ശശിധരൻ കർത്തയായാലും മറ്റാളുകളുടെ കേസിലും അന്വേഷണം നടക്കുന്നുണ്ട്. കുറ്റപത്രത്തിൽ അതൊക്കെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഏകദേശം വലിയ അളവോളമുള്ള അനുബന്ധ രേഖകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ശരി, ആയിക്കോട്ടെ. പക്ഷേ നേരത്തെ ശ്രീ NV ബാലകൃഷ്ണൻ ചോദിച്ചുകൊണ്ട് പറയുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ അപ്രസക്തമല്ല. KVS ഈ വിഷയത്തിൽ, ഈ കേസിലടക്കം 2019 CMRLന്റെ ഓഫീസിൽ നടന്ന റെയ്ഡിൽ കണ്ടെത്തിയ രേഖകളിൽ നിന്ന് തുടങ്ങിയ ഒരു കേസാണ് ഈ ആദായ നികുതി വെട്ടിപ്പ്. എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഇതിൽ നിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. നിന്നെ ഊരിക്കത്തില്ല, നീ ഊരി തോന്ന് കാണട്ടാ. ഈ ആദായ നികുതി വെട്ടിപ്പ് 2019 കണ്ടു തുടങ്ങിയതാണ്. കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസികൾ പലതും അന്ന് അരങ്ങിയിട്ടില്ല. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിവരങ്ങൾ, സെറ്റിൽമെന്റിൽ ഇങ്ങനെ ഒരു കാര്യം സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്ത 6 മാസത്തിന് ശേഷമാണ് മനോരമ ന്യൂസ് കണ്ടെത്തുന്നത്. മലയാള മനോരമ കണ്ടെത്തുന്നത്. അങ്ങനെ മനോരമ ദിനപത്രം അത് റിപ്പോർട്ട് ചെയ്ത ശേഷമാണ് പുറം ലോകം അത് അറിയുന്നത്. കേന്ദ്ര സർക്കാർ ഏജൻസികൾ ഈ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിനെ എടുത്തുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിന് മുതിർന്നിട്ടില്ല. അങ്ങനെയുള്ള പല സസ്പീഷ്യസ് ആയിട്ടുള്ള സംശയകരമായ സാഹചര്യങ്ങൾ കേന്ദ്രത്തിന് ഉത്തരം പറയേണ്ടതായി ഉണ്ട്. ഹരിദാസ്, 1 മിനിറ്റ് കൂടി. അല്ല റാഷിദ്, നിങ്ങൾക്ക് സംശയിക്കാം. എന്ത് വന്നാലും 2019 റെയ്ഡ് നടത്തിയത് ആദായ നികുതി വകുപ്പാണ്. വേറെ ആരും അല്ലല്ലോ. കേന്ദ്ര സർക്കാരിന്റെ കീഴിലല്ലേ, മോഡി സർക്കാരിന്റെ കീഴിൽ തന്നെയല്ലേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. അതിനുശേഷമല്ലേ ഇതുവരെയുള്ള നടപടി ഉണ്ടായത്. അതിൽ കാലതാമസം വന്നിട്ടുണ്ടാവും, അന്വേഷണം പൂർത്തിയാക്കാൻ താമസം വന്നിട്ടുണ്ടാവും. ഓരോ ഘട്ടത്തിലും ഈ അന്വേഷണം കേരളത്തിന് പുറത്തുള്ള മറ്റ് കേസുകളിൽ കാലതാമസമില്ല. തെളിവുകൾ കേസിന്റെ നടപടികൾ വേഗത്തിൽ കൊണ്ടുപോകുന്നു. ഇവിടെ കാലതാമസം വരുന്നു. അപ്പൊ എന്താ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയായിരുന്നോ 2019 രേഖകൾ അവിടെ എടുത്തുകൊണ്ട് വെച്ചത്? പറ്റിപ്പോയടാ. വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയാണ് എല്ലാ അഴിമതി അന്വേഷണം എന്നത് ചിലരുടെയൊക്കെ വാദം തന്നെയാണ്. ആ വാദമൊക്കെ അവിടെ ഇരിക്കട്ടെ, അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവർ നടക്കട്ടെ. ഈ അഴിമതി, ഞാൻ ഒരു കാര്യം കൂടി വ്യക്തമാക്കാം. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കീഴില് ഒരു അഴിമതി കേസിൽപ്പെട്ടവനും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒരു അഴിമതി കേസിൽപ്പെട്ടവനും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതിന്റെ വിശദാംശങ്ങളുടെ അവസാന ഘട്ടം വരെ, അന്വേഷണം പൂർത്തിയാക്കാൻ വരെ അതിന് മുന്നോട്ട് പോകും. ഒരാളെ ഇടപെടാൻ അനുവദിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് അത്തരം വാദഗതി ഒന്നും ഉന്നയിച്ചിട്ട് ഈ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന്റെ പ്രാധാന്യം കുറയ്ക്കാൻ ഇല്ലാതാകുന്നില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ശ്രീ ബാലകൃഷ്ണൻ, 2 മിനിറ്റ് സമയം മറുപടിക്ക്. ചേട്ടാ, ഇന്നത്തെ കേരള അതെന്താ, നാളെ കേരളമില്ലേ? എനിക്ക് കൂടുതൽ നേരത്തെ പറഞ്ഞതിന്റെ കൂടുതലൊന്നും പറയാനില്ല. KVS ഹരിദാസ് പറയുന്നത് എന്റെ ചോദ്യത്തിനൊന്നും അദ്ദേഹം പരിഗണിക്കുന്നില്ല എന്നാണ്. ആയിക്കോട്ടെ, എനിക്ക് അതിൽ വിശേഷം പറയാനില്ല. എന്റെ അഭിമന്യുവിന്റെ ഒരു പ്രയോഗമുണ്ട്. അഭിമന്യു ഒരിക്കൽ പറഞ്ഞത്, ഞാനൊരു ബാലനശക്തൻ എന്നാകിലും മാനിയാം എന്നോട് താതനെ ഓർക്ക നീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് KVS ഹരിദാസ് ഒന്നും ഓർക്കുന്നതല്ലാണ്. ഞാൻ പറയുന്നതിനോട് മറുപടി പറയണമെന്നില്ല. അത് അങ്ങനെയാണല്ലോ, നമുക്കിപ്പോൾ മറുപടി പറയാനില്ലാതെ ഉത്തരം മുട്ടുമ്പോൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മാന്യമായ വിഷയം. ഞാൻ ഈ ചോദിച്ച ചോദ്യം എപ്പോഴും പ്രസക്തമാണ്. അതിനെന്തെങ്കിലും മറുപടി നിങ്ങൾക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. നിങ്ങൾ ഇടപെട്ടിട്ട് എത്ര ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച സ്ഥലം, യാതൊരു തരത്തിലുള്ള എവിഡൻസും ഇല്ലാതെ ആളെ പിടിച്ച് ജയിലിലിട്ടിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ഇവിടെ അങ്ങനല്ല. ഇവിടെ വളരെ കൃത്യമായ എവിഡൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ആ എവിഡൻസ് ഉണ്ടായിട്ടും 2019 തുടങ്ങിയ ഒരു കേസിൽ നേരത്തെ റാഷിദ് ചൂണ്ടിക്കാണിച്ചതുപോലെ മലയാള മനോരമ പത്രം ഇതിന്റെ ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത് വരെ നമ്മളൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഒരു കാര്യം നടക്കുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. PT തോമസ് കേരള നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയ്ക്കകത്ത് നടക്കുന്ന അന്വേഷണത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾ മൗനമായി നിൽക്കുക ചെയ്തത്. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മലെന്നുള്ള ടീം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ?
അങ്ങനെ നിൽക്കുന്നത് അത് ഒരു പ്രശ്നമാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ജയചന്ദ്രനും അതുപോലെ തന്നെ KVS ഹരിദാസനും ഒന്നിച്ചു പോകാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അത് പിന്നെ ജയേന്ദ്രൻ പറഞ്ഞു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവർ തമ്മിലുള്ള ഇടപാട് നമ്മളിതിരെ വർത്താനം പറയാം. KVS ഹരിദാസ് എനിക്ക് ജയേന്ദ്രൻ സഹാവിനോട് ഒറ്റ അഭ്യർത്ഥനയാണുള്ളത്, ഇത്തരത്തിൽ ഏതെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ ഒന്നും പരിചയപ്പെടുത്തി തരണം. ഒരു സേവനവും കൂടി ഞാൻ എന്ത് സേവനം കൊടുത്തതെന്ന് അവർ ചോദിക്കില്ല. ഞാനൊരു സേവനം കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമല്ല. ഒരു മാസത്തിൽ 3 ലക്ഷമോ 6 ഇത്രയും ലക്ഷമൊന്നും വേണ്ട, ഇത്രയും കാശൊന്നും വേണ്ട. ഒരു 10-25,000 രൂപ പ്രതിമാസം ഒത്തു കിട്ടുന്ന വളരെ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ഉണ്ട് ജീവിക്കാൻ. ഇങ്ങനെ ഒത്തു കിട്ടുന്ന ഒരു കമ്പനിയെ ജയേന്ദ്ര സഖാവിന് കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ എന്തോ ഇത്ര വിഡ്ഢികളാണെന്നുള്ള രൂപത്തിൽ സംസാരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ സംസാരിക്കാവൂ? നമ്മൾ ആളുകൾക്ക് മനസ്സിലാവൂലേ? ഒരു സേവനവും കൊടുക്കാതെ ഒരു കമ്പനി കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മുന്നിൽ എന്തോ ഇടപാടുണ്ടാവും മനസ്സിലാക്കാൻ ജയേന്ദ്ര സഖാവ് എത്രയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് കേരളത്തിലെ ശ്രീ ജയചന്ദ്രൻ, അവസാനമായി ഒരു മിനിറ്റ്. CPM-ന്റെ ഈ സമയത്ത് ആത്മവിശ്വാസം എന്താണ്? മടിയിൽ കനമില്ല എന്നതാണോ, അതല്ല ഉത്തരം കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങളിലും, അല്ലെങ്കിൽ ഉത്തരം ഇല്ലാത്തത് കൊണ്ടും തെറ്റ് ചെയ്തത് കൊണ്ടും പല കാര്യങ്ങളിലൊന്നും മറുപടി പറയാതെ ഒളിച്ചു പോകുന്നതാണോ? അച്ഛൻ അവിടെ ഇവിടെ തൊടാതെ ഒന്ന് പറഞ്ഞാൽ മതി. അവിടെ ഇവിടെയും തൊടാതെയോ? അതായത് പറയണോ എന്നാ പറയണ്ട, പറയണ്ടേ എന്നാ പറയണം. അപ്പൊ പറയണ്ടേ? പറയണം. അപ്പൊ ഇയാള് പറയണ്ടെന്ന് പറഞ്ഞതോ? അത് ഞാൻ അച്ഛനോടൊരു ശൈലി പറഞ്ഞു കൊടുത്താ. അല്ല റാഷിദ്, തീർച്ചയായിട്ടും അല്ല. കാരണം ഇത് പിന്നെ AMC എന്ന് പറയുന്ന എല്ലാവർക്കും അറിയുന്നതാണല്ലോ, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ആണ്. അത്ര AMC കരാറുകൾ, കൺസൾട്ടൻസി കരാറുകൾ ലോകവ്യാപകമായി സർവ്വസാധാരണവുമാണ്. അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അറിയാത്ത ആൾക്കാരെന്ന് പോലെ ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരാളും തന്നെ. പക്ഷേ താല്പര്യങ്ങൾ രാഷ്ട്രീയാധിഷ്ഠിതമാകുമ്പോൾ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ നിരന്തരമായി അവതരിപ്പിക്കുക, അതിവിടെ പറയുന്ന എന്നെ പരിഹസിക്കുക, എൻ്റെ മാർക്കറ്റ് റേറ്റ് ഇടിയുകയാണ്, അത് ഞാൻ സൂക്ഷിക്കണമെന്ന് പറയുക, അതൊക്കെ നല്ല കാര്യം. നിങ്ങളുടെയൊക്കെ ആ ഒരു എൻ്റെ ഉള്ള കരുതൽ ഞാൻ നന്ദി പറയുന്നു. പക്ഷേ എൻ്റെ നിലപാടുകളാണ് ഞാൻ പറയുന്നത്. ആ നിലപാടുകൾ, ആ ബോധ്യങ്ങൾ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഒരു കോടതിയിലും തെളിയിക്കാൻ കഴിയാത്ത വാദങ്ങളാണ് ഇവിടെ ഇതുവരെ ഉന്നയിക്കപ്പെട്ടത്. മേലും അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഈ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്നുള്ള കൺസൾട്ടൻസി കരാറിന്റെ അഭേദ്യ ഭാഗമാണ്. അത് തർക്കമുണ്ടെങ്കിൽ തമ്മിലല്ല. റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത്? ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ, ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് എന്തൊക്കെയായി പറയുന്നത്? AMC എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലീസ് ഒരു AMC എന്ന് പറയുമ്പോൾ ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സേവനം ഒരു കമ്പനിക്ക് കൊടുക്കണം. ആ കൊടുത്തതിന് ശേഷമാണല്ലോ അതിന് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് വരുന്നത്. ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല ഇക്കാര്യത്തിൽ, സേവനത്തിന്റെ കാര്യത്തിൽ CPM-ന് എന്നുള്ളതാണ് M. ജയചന്ദ്രന്റെ നിലപാട്. വളരെയധികം നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ KVS ഹരിദാസ്, ശ്രീ M. ജയചന്ദ്രൻ, ശ്രീ NV ബാലകൃഷ്ണൻ. എല്ലാരും വിളിച്ചു.